കുറുവന്നേവ. ഇതിന്റെ അർത്ഥം എന്താ? കർമ്മം ചെയ്തുകൊണ്ട്. കുറുവൻ ചെയ്തുകൊണ്ട്, ഏവ എന്ന് പറഞ്ഞാല് തന്നെ തന്നെ, താൻ ചെയ്തുകൊണ്ട് തന്നെ. എന്ത് ചെയ്തുകൊണ്ട്? കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് തന്നെ. കർമാണി, കർമ്മ കർമ്മണി കർമാണി, കർമ്മ കർമ്മണി കർമാണി. ദ്വിതീയ ബഹുവചനവും പ്രഥമാ ബഹുവചനവും ഒരേപോലെ വരും. ഇതിലിപ്പോ ഏതാ എടുക്കുക? കർമ്മങ്ങളെ ചെയ്തുകൊണ്ട് തന്നെ ജീവിക്കണം. കുറുവന്നേവ കർമാണി. കർമ്മങ്ങൾ ചെയ്യപ്പെട്ടുകൊണ്ട് തന്നെ ജീവിക്കണം. പാസീവ് വോയിസിലും ആക്റ്റീവ് വോയിസിലും മാറ്റം. ജിജീവിഷേത് ശതകം സമാഹ, ശതം സമാഹ. സമാഹ എന്ന് പറയുന്നത് അർത്ഥം സംവത്സരം. സംവത്സരം എന്ന് പറഞ്ഞാല് സംവത്സരം എന്ന് പറഞ്ഞാല് അല്ല, ഒരു വർഷം, വർഷം വർഷം. ശതം സംവത്സര സമാഹ എന്ന് പറഞ്ഞാല് 100 വർഷം. 100 വർഷം. വിംശത്യാദേഹ സദേകത്വ എന്ന് പറയും. സമാഹ ബഹുവചനമാണ്, അവിടെ ശതം എന്ന് വന്നാൽ മതി. 20 ശേഷം ഏകവചനത്തിലായി മാറും. ശതം സമാഹ, 100 വർഷം. 100 വർഷം ജീവിക്കാൻ ഇച്ഛിക്കുന്നുണ്ടെങ്കിൽ ഇത് വിധാനം ചെയ്തപ്പെട്ടതാണോ അല്ലയോ? അല്ല, ഞാൻ ചോദിച്ച സാമാന്യമായിട്ട് നമ്മൾ പറയും ഇച്ഛയിലും ജ്ഞാനത്തിലും വിധിയില്ല, അത് നിയമമാണല്ലോ. ഇവിടെ ഇപ്പോൾ ഇച്ഛയിൽ വിധിയില്ല എന്നാണോ ജ്ഞാനത്തിൽ വിധിയില്ല എന്നാണോ എടുക്കേണ്ടത് ഈ മന്ത്രത്തിലൂടെ? ഇച്ഛയുടെ വിഷയമാണ്. ഓക്കെ. ജിജീവിഷേത് എന്ന് പറയുന്നത് ജീവിതം ഇച്ഛേതാണ്. അവിടെയുള്ള ഇച്ഛയുടെ കാര്യത്തിലും വിധിയില്ല. അതേപോലെ തന്നെ 100 വർഷം ജീവിക്കുക എന്നുള്ളതും 100 വർഷത്തിന്റെ കാര്യത്തിലും വിധിയില്ല. പിന്നെ ഇത് എവിടുന്ന് വന്നാണ് രണ്ടെണ്ണം? അനുവാദം നടത്തിയതാണ്. അനുവാദം നടത്തുക എന്ന് പറഞ്ഞാൽ പണ്ട് എവിടെയോ പറഞ്ഞതിനെ രണ്ടാമത് പറയുമ്പോഴാണ് നമ്മൾ അനുവാദം എന്ന് പറയുക, അല്ലേ? അപ്പോൾ ശതവർഷ ആയുസിനെ കുറിച്ചും അതേപോലെ ഇച്ഛയും മറ്റെവിടെയോ പ്രസിദ്ധമായിരുന്നു. അത് പറയണം നിർബന്ധമില്ല കേട്ടോ. മുമ്പേ അറിഞ്ഞിരിക്കുന്ന കാര്യത്തെ പറയുമ്പോൾ അതിന് അനുവാദം എന്ന് പറയും. അന്നപ്പോൾ ഈ ശതവർഷം ജീവിക്കുക എന്നുള്ളത് ശതായുർവൈ പുരുഷ എന്നുള്ള മറ്റൊരു വാക്യത്താൽ പണ്ടേ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇനി ഇവിടെ ഇപ്പോൾ ശതവർഷത്തെ കുറിച്ച് പറഞ്ഞാല് അത് മുമ്പ് പറഞ്ഞ കാര്യത്തിന്റെ രണ്ടാം കഥനമായി മാറും. അതേപോലെ ഇച്ഛ എന്നുള്ളത് മനുഷ്യന് സാമാന്യമായിട്ടുള്ളതാണ്, അല്ലേ? സഹജമാണ്. അതുകൊണ്ട് തന്നെ ആ ഇച്ഛയുടെ കാര്യത്തിലും വിധിയില്ല, ജ്ഞാതമാണ്. തനിക്ക് ഇച്ഛയുണ്ട് ഇച്ഛയില്ല എന്നുള്ളതൊക്കെ സാക്ഷിപ്രത്യക്ഷമായിട്ടുള്ളതാണത്. അതുകൊണ്ട് തന്നെ ജ്ഞാതമായിരിക്കുന്നത് കൊണ്ട് ഇവിടെ ഇനിയിപ്പോൾ ശ്രുതിയിലൂടെ പറഞ്ഞാൽ ആ ശ്രുതി ആ രണ്ട് കാര്യങ്ങൾക്കും പ്രമാണമാവത്തില്ല. എന്തുകൊണ്ടാ? ജ്ഞാത വസ്തുക്കളെ പറയുന്ന വാക്യം പ്രമാണമല്ല. അപ്പൊ പ്രമാണത്തിന്റെ അർത്ഥം എന്താ? അജ്ഞാത ജ്ഞാപക വാക്യം. അജ്ഞാത ജ്ഞാപക വാക്യമാണ് പ്രമാണം, അല്ലേ? അജ്ഞാത ജ്ഞാപക വാക്യം മാത്രമായാൽ മതിയോ പ്രമാണാവാൻ? അനധികത അബാധ്യത്വം. അനധികതം ന അധികതം ഇത് അനധികതം. അധികതം എന്ന് പറഞ്ഞാൽ ജ്ഞാതം, ജ്ഞാതമാവാൻ പാടില്ല. അപ്പോ അതുകൊണ്ട് അനധികതം. ഇനി ഉണ്ടായ ജ്ഞാനത്തിന്റെ വിഷയം ബാധിക്കപ്പെടാനും പാടില്ല. ബാധ എന്ന് പറയുന്നത് അർത്ഥം 9ാമത്തെ പേജില് 7ാം നമ്പർ ടിപ്പണി നോക്ക്. ബാധോ മിഥ്യാത്വ നിശ്ചയം. മിഥ്യാത്വ നിശ്ചയ നതു എന്തല്ല? അഭാവ നിശ്ചയമല്ല. നൈയായികന്മാർ ബാധയെ അഭാവ നിശ്ചയം എന്നാണ് പറയുന്നത്. വേദാന്തി ബാധയെ അഭാവ നിശ്ചയം എന്നല്ല, മറിച്ച് മിഥ്യാത്വ നിശ്ചയം എന്നാണ് പറയുന്നത്. അപ്പൊ മിഥ്യ എന്ന് പറഞ്ഞാൽ എന്താ? അനിർവചനീയം. അനിർവചനം എന്ന് പറയാം. എന്നാലും ലക്ഷണം ഒന്ന് വെളുപ്പിക്ക്. ഈ ക്ലാസ്സിൽ പലവട്ടം പറഞ്ഞതാണ് ഏത് അസത് ഭാസമാനം തൻ മിഥ്യ എന്ന്. ഇല്ലാഞ്ഞിട്ടും ഭാസിക്കുന്നത് ഏതാണോ അതാണ് മിഥ്യ. കയറിലെ സർപ്പം. കയറിലെ സർപ്പം ഈ കാണും നിങ്ങളും ഞാനും എല്ലാം അത് തന്നെയാണ്. ദൃഷ്ടാന്തം മാത്രമാണ് കയറിലെ സർപ്പം. ദാഷ്ടാന്തികമാകുന്ന സമയത്ത് ജഗത്ത് മൊത്തം അങ്ങനെ തന്നെയാവും. അല്ലെങ്കിൽ എന്ത് പറയാം? പ്രതിപന്ന ഉപാധു ത്രൈകാലി നിഷേധ പ്രതിയോഗിത്വം, ഇങ്ങനെയുള്ള 5 ലക്ഷണം നിങ്ങൾക്ക് അദ്വൈത സിദ്ധിയിലും കിട്ടും. അപ്പോൾ മിഥ്യാ വസ്തുക്കളാണ് അവ. ഇനിയിപ്പോ ഏതായാലും നിങ്ങള് ഭാഷ്യത്തില് മന്ത്രം എന്ത് എവിടെ വരുത്തി?
കുറുവന്നേവ ഇഹ ഇഹ എന്ന് പറഞ്ഞാൽ അസ്മിൻ ജന്മനി അസ്മിൻ ഭൂമോ പൃഥ്വ്യാം കർമാണി കുറുവന്നേവ ജിജീഷേ. അപ്പൊ ഇവിടെ ജീവിക്കാനുള്ള ഇച്ഛയും ശതവർഷത്തെയും അനുവാദം നടത്തിയിട്ട് വിധാനം ഏതിൻ്റെതാ നടത്തിയത്? കർമ്മത്തിന്. കർമ്മത്തിന് വിധാനം നടത്തിയിട്ടുണ്ട്. ठीक കുറുവന്നേവ ജിജീവിഷേ. അപ്പോൾ കർമ്മകരണത്തിന് വിധാനം നടത്തിയിട്ടുണ്ട്. ഏവം ത്വയി ഇപ്രകാരം ഏവം എന്ന് ഉദ്ദേശിച്ചത് കർമ്മം ചെയ്തുകൊണ്ടിരിക്കുന്ന നിന്നിൽ ഇതോ അന്യഥാ പ്രകാരോ നാസ്തി, ഇതിൽ നിന്ന് ഭിന്നമായിരിക്കുന്ന ഒരു വകുപ്പില്ല മോനെ. എന്തിന്? കർമ്മനലിപ്യതേ നരേ, നരാഭിമാനിയായിരിക്കും നിന്നിൽ. നരാഭിമാനം ഉദ്ദേശിച്ചതേ ഞാൻ നിത്യശുദ്ധ ബുദ്ധിമുക്തനാണെന്നുള്ള ജ്ഞാനമുള്ളവൻ ഇവിടെ എടുത്തിട്ടില്ല. എന്തുകൊണ്ടാ? ആ അപരോക്ഷ ബ്രഹ്മജ്ഞാനിക്ക് സ്വന്തം കർമ്മം കൊണ്ട് ഒരിക്കലും പുണ്യപാപങ്ങൾ വരുന്നില്ല. ഇത് ആർക്കേ വരത്തുള്ളൂ? ഞാൻ നരനാണ് എന്ന് അഭിമാനിക്കുന്നവന് മാത്രമേ വരത്തുള്ളൂ. അഭിമാനമാണ് മുഖ്യ കാരണം. കർമ്മം ചെയ്യുമ്പോൾ അവന്റെ അഭിമാനമാണ് മുഖ്യമാവുന്നത്. അതുകൊണ്ട് തന്നെ ഈശ്വരാർപ്പിതമായിട്ട് ചെയ്യുന്ന കർമ്മങ്ങളിൽ കർത്തൃത്വ അഭിമാനമില്ല എന്നുള്ളത് കൊണ്ട് ആ കർമ്മത്തിന്റെ ഫലം കിട്ടത്തില്ല. പക്ഷെ എന്തായിട്ട് മാറും? അത് അന്ധകരണ ശുദ്ധിയായിട്ട് മാറും ഫലമേ. അപ്പോൾ നരാഭിമാനിയായിരിക്കും നിനക്ക് മറ്റൊരു മാർഗവുമില്ല. ന കർമ്മലിപ്യതേ എന്ന് പറഞ്ഞാൽ അശാസ്ത്രീയ കർമ്മലേപം സംഭവിക്കാതിരിക്കാൻ മറ്റൊരു മാർഗവുമില്ല. പിന്നെന്ത് ചെയ്യണം? ശാസ്ത്രീയ കർമ്മം ചെയ്തേ പറ്റത്തുള്ളൂ. ഇതിപ്പോൾ നിങ്ങൾക്ക് രണ്ട് സ്ഥലത്തേയും കൊണ്ടുപോകാം. എന്ന് പറഞ്ഞാല് സാമാന്യ കർമ്മി ആണെങ്കിൽ അവനോട് ഉപദേശിക്കുകയാണ്, നീ കർമ്മം ചെയ്യാതിരുന്നാൽ അശാസ്ത്രീയ കർമ്മ സംബന്ധം കൊണ്ട് നരകപാതം. അതല്ല, വിചാരം ചെയ്യുന്ന വ്യക്തിയാണ്, അവിടെയും കയറി വരും. അതായത് സർവാപേക്ഷാതി യജ്ഞാതി ശ്രുതേരശ്വത് എന്ന് ബ്രഹ്മസൂത്രം. സകല ആശ്രമ കർമ്മങ്ങളുടെ അപേക്ഷയുണ്ട്. ഏതിന്? ജ്ഞാനോത്പത്തിക്ക്. അപ്പോൾ ജ്ഞാനത്തിന് പ്രതിബന്ധകനായി മാറും ആര്? അശാസ്ത്രീയ കർമ്മജന്യമായിരിക്കുന്ന അശുദ്ധി. അതുകൊണ്ട് നീ ശാസ്ത്രീയ കർമ്മം ചെയ്തു കഴിഞ്ഞാൽ താദൃശ അശുദ്ധി ചിത്തത്തിൽ വരില്ല എന്നുള്ളത് കൊണ്ട് പിന്നെ ശ്രവണത്തിലൂടെ ജ്ഞാനത്തിലേക്ക് എത്താം. മൂന്നാമത്തത്, ഉപാസന ചെയ്യുന്നവൻ. നിങ്ങളുടെ ഇതിന്റെ രണ്ടാം പാർട്ടിൽ അതാണ് നമ്മൾ അവതരിപ്പിക്കാൻ പോകുന്നത്. ഉപാസകൻ കർമ്മം ചെയ്തേ പറ്റത്തുള്ളൂ, കർമ്മം ചെയ്യുന്ന കർമ്മി ഉപാസന ചെയ്തേ പറ്റത്തുള്ളൂ എന്നാണ് വിധാനം കേട്ടോ. ഇതിന്റെ സംപിഡിതാർത്ഥം അങ്ങനെയാ വരിക. അന്നപ്പോൾ ഉപാസന ചെയ്യുന്നവൻ കർമ്മം ചെയ്തില്ലെങ്കിൽ എന്താ പ്രശ്നം? ഞങ്ങൾ ഉപാസന മാത്രം ചെയ്യും. പക്ഷെ ഉപാസന ചെയ്യാത്ത സമയത്ത് അശാസ്ത്രീയ കർമ്മ സംബന്ധം വരാം. അതില്ലാതിരിക്കാൻ നിനക്ക് ശാസ്ത്രീയ കർമ്മ സംബന്ധം വേണം. ഇതിനെപ്പറ്റിയൊക്കെ ഭീകരമായിരിക്കുന്ന ഒരവസ്ഥ ബൃഹദാരണ്യത്തിലെത്തും. അവിടെ ടിപ്പണിയിൽ പറയുന്നുണ്ട്, ഉപാസന ചെയ്യുന്നവൻ പോലും ചിലപ്പോൾ കർമ്മിയുടെ മാർഗത്തിൽ പോയി പോകുന്നില്ല. അതൊക്കെ ഭയാനകമായ ചേർന്ന് പറയാൻ അങ്ങനത്തെ ഒരു നിരൂപണം വാർത്തികത്തിലല്ലാതെ വേറെ കാണുന്നില്ല എന്നുള്ളത് കൊണ്ടാണ്. കാരണം കർമ്മിയുടെ ലോകമാണ് അങ്ങോട്ട് പോകുന്നത് പിതൃലോകത്തേക്ക്. പിതൃലോകം എന്ന് പറയുമെങ്കിലും പിതൃലോകത്തിന്റെ പൊക്കത്താണ് ഇന്ദ്രലോകം ഇരിക്കുന്നത്. അവിടം വരെ പോവാം യോഗ്യതയ്ക്കനുസരിച്ച്. ഉപാസകന്റെ ലോകമാണ് ദേവയാന പന്ഥ, ഹിരണ്യഗർഭ ലോകം വരെ. അത് ഹിരണ്യഗർഭോപാസ്യന ഉണ്ടെങ്കിൽ മാത്രമേ ഹിരണ്യഗർഭ ലോകത്ത് പോകത്തുള്ളൂ. മറ്റു ഉപാസകന്മാർ എങ്ങോട്ട് പോകും? അന്നേരം ബ്രഹ്മസൂത്രത്തിൽ പറയും അവർക്ക് വിദിത് ലോകം വരെ പോകാമെന്ന്. അവര് പോലും കർമാനുഷ്ഠാനം ചെയ്യുന്നില്ല എങ്കിൽ ചിലപ്പോൾ പോക്ക് നടക്കൂല. അത് നിങ്ങൾക്ക് മറ്റു ഗ്രന്ഥത്തിൽ കാണാം. കാരണം ഉന്നതങ്ങളായിരിക്കുന്ന ലോകത്തില് ഭോഗത്തിന്റെ മഹാത്മ്യം കൂടുതലായതുകൊണ്ട് ചിത്തശുദ്ധി ഇല്ല എങ്കിൽ തത്തത് ലോകത്തിലേക്കുള്ള ഗമനം നടക്കാത്തത് കൊണ്ട് ചിത്തശുദ്ധി തത്തത് ലോകപ്രാപ്തിക്ക് കാരണമാണ് എന്നുള്ളത് കൊണ്ട് ചിത്തശുദ്ധിക്ക് വേണ്ടിയിട്ട് ശാസ്ത്രീയ കർമ്മം ആവശ്യമാണ്. ഇത്രയും കുറെ സാധനങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇവിടെ കുറച്ച് നമ്മൾ പറയുന്നുള്ളൂ, തുടക്കത്തിലുള്ള ഗ്രന്ഥമായതുകൊണ്ട് മാത്രം. അന്നപ്പോൾ ഇനി ഭാഷ്യം കണ്ടോ? 11-ാം പേജില് ഭാഷ്യപംക്തി 3. കുർവന്നേവ ഇഹ. കുർവന്നേവ എന്നുള്ളതിന്റെ അർത്ഥം പറയാണ് നിർവർത്തയൻ ഏവ. നിവർത്തയൻ എന്നല്ല കേട്ടോ, നിർവർത്തയൻ, ചെയ്തുകൊണ്ട് തന്നെ, നിർവഹിച്ചുകൊണ്ട് തന്നെ. എന്ത് നിർവഹിച്ചുകൊണ്ട്? കർമാണി, കർമ്മങ്ങളെ നിർവഹിച്ചുകൊണ്ട് തന്നെ. ഏത് കർമ്മം? അഗ്നിഹോത്രാദീനി, അഗ്നിഹോത്രാദികളായിരിക്കുന്ന കർമ്മങ്ങളെ നിർവഹിച്ചുകൊണ്ട് തന്നെ. ഇത്രയും ഭാഗം ചെയ്തു വെച്ചു. അപ്പൊ കുറുവന്നേവേഹി കർമാണി എന്നുള്ള 1-ാം പാദത്തിന് നിരൂപണം കഴിഞ്ഞു. അഗ്നിഹോത്രാദികളായിരിക്കുന്ന കർമ്മങ്ങൾ ചെയ്തുകൊണ്ട്. അഗ്നിഹോത്രം എന്നുള്ള കർമ്മം ഇഷ്ടപൂർത്ത ദത്തങ്ങളിൽ ഏതിൽപ്പെടുന്ന? ഇഷ്ടകർമ്മത്തിൽ. ഇഷ്ടകർമ്മത്തിന് ബാക്കി എന്ന് പറഞ്ഞേ. ഇഷ്ടം എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? ബൃഹദാരണ്യത്തിൽ പേജ് നമ്പർ എത്രയായിരുന്നു?
അവിടെ ഏതിനെ കുറിച്ചാണ്? സാവിത്രി ഏവ ഗായത്രി അഗ്നിഹോ തപസ്സത്യം വേദാനാം ജാനുപാലനം ആ ആദിത്യം വൈശ്യദേവം ച ദേവശ്ച ഇഷ്ടമിത്യഭിധീയതേ. അഗ്നിഹോത്രം തപസ്സത്യം വേദാനാം ചാനുപാലനം ആദിത്യം വൈശ്യദേവശ്ച ഇഷ്ടമിത്യഭിധീയത്തെ. ഇഷ്ടകർമ്മം കഴിഞ്ഞു. അഗ്നിഹോത്രം, തപസ്, സത്യം. അഗ്നിഹോത്രം തപസ് സത്യം വേദാനാം ച അനുപാലനം. വേദത്തെ അനുപാലനം നടത്തുക എന്ന് പറഞ്ഞാല് അധ്യയന അധ്യാപനം വൈദികമായിരിക്കുന്ന കാര്യം കേട്ടോ. ഇതല്ല, ഇതും വൈദികം തന്നെ, പക്ഷെ ഇതിന്റെ സ്റ്റേജ് വേറെയാണ്. സാമാന്യമായിട്ടുള്ള ഓത്ത് എന്തായി? അഗ്നിഹോത്രം തപസ്സത്യം വേദാനാം ച അനുപാലനം ആദിത്യം അതിഥി സത്കാരം ചെയ്യാറുണ്ടോ? വൈശ്യദേവ കർമ്മം, അഗ്നിഹോത്ര കർമ്മം മാത്രം നടത്തിയാൽ പോരാ. അഗ്നിഹോത്രി ടീക്കേ വൈശ്യദേവ കർമ്മം ഉണ്ട് അവിടെ. ആദിത്യം വൈശ്യദേവശ്ച, ഇത്രയാണ് ഇഷ്ടകർമ്മത്തിൽപ്പെട്ടത്. അപ്പം വെറും അഗ്നിഹോത്രം ഈ രണ്ട് കമ്പ് വെച്ചിട്ട് അതിൽ പെട്രോൾ വെച്ച് തീ കൊടുത്തിട്ട് മൺവാരിട്ടിട്ട് കാര്യമില്ലെന്ന് മനസ്സിലാക്കിയോ? ഇത്രയും കൂടെ വരുമ്പോൾ മാത്രമാണ് അഗ്നിഹോത്രം പോലും ശരിയാകത്തുള്ളേ. ബാക്കി നിങ്ങൾ എവിടെ കണ്ടാൽ മതി? മുണ്ടകത്തിന്റെ ഒരു 3 മന്ത്രം അങ്ങോട്ട് കഴിയുമ്പോഴേക്കും അവിടെ കുറെ സാധനങ്ങൾ ഒന്നിച്ചെടുത്തു. ഇതൊക്കെ ചെയ്തേ പറ്റത്തുള്ളൂ. പിന്നെന്താ? പൂർത്തം, ഇഷ്ടപൂർത്ത ദത്തല്ലേ? വാപി പൂപ വാപി കൂപം. വാപി എന്ന് പറഞ്ഞാൽ തടാകം. സോറി, വലിയ തടാകത്തെ കുളം. ആ കുളം. കൂപം കിണറ്. തടാകം തടാകം തന്നെ. വലിയ കുളമാണ് തടാകം. ദേവതായതനം എന്ന് പറഞ്ഞാല് ക്ഷേത്രങ്ങള്. ദേവതായതന അനുജ അന്നപ്രദാനം, അന്നദാനം നടത്തുക. അന്നദാനം മഹാദാനം. പിന്നെന്താ ബാക്കി ഭാഗം? അന്നദാനം മഹാദാനത്തിന്റെ ബാക്കി ഭാഗം ചോദിച്ചത്. അന്നദാനം മഹാദാനം, ബാക്കി വിദ്യാദാനം തദപരം. ഇതിനുണ്ട് അതിന്റെ ബാക്കി. ഓക്കെ, അന്നദാനം മഹാദാനം മാത്രമേ നമുക്ക് അറിയത്തുള്ളൂ. വിദ്യാദാനം തദപരം. അപ്പോൾ അന്നദാനം, പിന്നെന്താ ഉള്ളത്? വാപി കുപ്പ തടാകാദി ദേവതായത്തിന് അനുജ അന്നപ്രധാനം ആരാമസ്. ആരാമം എന്ന് ഉദ്ദേശിച്ചത് പ്ലേ ഗ്രൗണ്ട്, ഇതേപോലെയുള്ള ആൾക്കാർക്ക് ചുറ്റിക്കറങ്ങുള്ള സ്ഥലം, ഇതൊക്കെ ഉണ്ടാക്കുക എന്നുള്ള. പൈസ ഉണ്ടെങ്കിൽ ഇതൊക്കെ ഉണ്ടാക്കിയിട്ട് വെക്കുക, സൊസൈറ്റിക്ക് നല്ലതാ. ദത്തമിത്യഭിധീയതേ, ഇത് ദത്തകർമ്മം. പൂർത്തകർമ്മം ഏതാ? ശരണാഗത സംപ്രാണം. ശരണാഗതന്മാരൊക്കെ സമ്യക് ത്രാണം. ത്രാണം എന്ന് പറഞ്ഞ രക്ഷണം, അവർക്ക് രക്ഷ കൊടുക്കുക. ശരണാഗത സംപ്രാണം. ഭൂതാനാഞ്ചിയാപി അഹിംസനം, ഭൂതങ്ങളെ ഹിംസിക്കാതിരിക്കുക. ബഹിർവേദീജയദാനം, അതായത് ദാനം എന്നുള്ളത് ബഹിർവേദിയായിട്ട് എന്ന് ഉദ്ദേശിച്ചത് യാഗം നടക്കുന്ന സമയത്ത് കൊടുക്കുന്ന ദാനമുണ്ട്. ഒരു യാഗം സംഘടിപ്പിക്കുന്ന യജമാനൻ ഋത്വിക്കുകൾ വരണം ചെയ്യാണല്ലോ. അത് ആദ്യമേ നിശ്ചയമുണ്ട് ഇത്രയാണ് എന്നുള്ളത്. അതൊക്കെ നമ്മുടെ വൈദികമായിരിക്കുന്ന കാര്യത്തിൽ നമ്മൾ ഇവിടെ പറയുന്നത് ബൃഹദാരണ്യകത്തിൽ നിങ്ങൾ കാണാം. ഓക്കെ, അതിനെപ്പറ്റി ഡീറ്റെയിൽ എവിടെയാ? അദ്വൈതത്തിലല്ലായിരുന്നു വന്നത്? അപച്ഛേദാധികരണ ന്യായത്തിനനുസരിച്ച് അവിടെയാ വന്നത്. ഓക്കെ, അപച്ഛേദം ഋത്വിക്കുകൾ തമ്മിലുള്ള അപച്ഛേദം എന്ന് പറഞ്ഞാൽ കച്ച പിടിച്ചിട്ട് പുറമേക്ക് വരുന്ന സമയത്ത് അവമാന സ്തോത്രം ചൊല്ലി വരുന്നുണ്ട്. അവിടെ ഏത് ഋത്വിക്കിന്റെ കൈയാണ് ആദ്യം വിട്ടുപോകുന്നതനുസരിച്ച് അതിന്റെ ഫലം മാറുന്നുണ്ട്. അപ്പൊ അവിടെ ഫലം പറയുന്നുണ്ട്, ഇത്രയാണ് സാമാന്യമായിട്ട് കൊടുക്കേണ്ടത് എന്നുള്ളത്. അപ്പൊ ഇതൊക്കെ നിശ്ചയമായിട്ടുണ്ട്. അതല്ലാതെയുള്ള ദാനത്തെയാണ് നമ്മൾ ബഹിർവേദി ദാനം എന്ന് പറയുന്നത്. അപ്പൊ എന്ത് പറ്റി? ആ യാഗം കാണാൻ വരുന്ന ആൾക്കാർക്ക് പോലും യജമാനൻ ദാനം കൊടുക്കണം. അതല്ലാത്ത ദാനത്തെയാണ് ബഹിർവേദി ദാനം എന്ന് പറയുന്നത്. എന്നപ്പോൾ എന്ത് പറ്റി? യാഗത്തിന് കാണാൻ വരുന്നവർക്ക് പോലും യജമാനൻ അങ്ങോട്ട് കൊടുക്കേണ്ടതാണ് യാഗം. അല്ലാതെ വരുന്നവനെ പിഴിഞ്ഞ് സ്വന്തം പോക്കറ്റിലേക്ക് പൈസ എടുക്കാൻ വേണ്ടിയിട്ട് നടത്തുന്നതല്ല യാഗം. മനസ്സിലായോ? യാഗത്തിന്റെ സ്വരൂപം ഉള്ളവൻ ചെയ്യേണ്ടതാണ്, ഇല്ലാത്തവനല്ല ചെയ്യേണ്ടത്. രാജാവ് എന്ത് ചെയ്യും? രാജാവിന്റെ ഏറ്റവും അത്യുത്തമമായിരിക്കുന്ന യാഗമാണ് അശ്വമേധം. അശ്വമേധം നടത്തി കഴിഞ്ഞാൽ ആ അശ്വം ഏത് വഴിക്ക് പോയോ ആ രാജാവ് പിടിച്ചു കെട്ടിയാൽ അവിടെ യുദ്ധം ചെയ്യും അല്ലേ? അപ്പോൾ ഇന്ത്യ സംസ്കാരം എന്ന് പറയും, ഹിന്ദു ഒന്നും പറയാനില്ല. നമ്മുടെ ഭാരതം ഇവിടെ ഉണ്ടായിരുന്ന വല്യച്ചന്മാര് പണ്ട് ഈ യാഗം ചെയ്തിരുന്നോ? ചെയ്തിരുന്നു. അപ്പൊ നമുക്കിത് പറയാൻ അവകാശമുണ്ടോ? ഞങ്ങൾ ആരെയും ആക്രമിച്ചിട്ടില്ല എന്ന് പറയാൻ പറ്റുമോ? ഞങ്ങൾ ആക്രമിച്ചിട്ടുണ്ട്, ആക്രമിക്കും. ഒരു രാജ്യം
തകർന്നു പോകുന്നത് എപ്പോഴാ? രാജാവ് മടിയനാകുമ്പോൾ. ടീക്ക്. അതാണ് നിങ്ങൾ ഇന്നത്തെ സെനറിയോ നോക്കിയോ, അമേരിക്ക പോയിട്ട് ആക്രമണം നടത്തിക്കൊണ്ടേയിരിക്കും. എന്തുകൊണ്ടാ? അതാണ് പവർ. എപ്പോഴും ചൂടിലായിരിക്കും ഉണ്ടാവുക. അത് രാജ്യം നടത്തുന്ന അങ്ങനെയാ. ചാണക്യന്റെ നീതികൾ നടത്തുന്നത് ഇപ്പൊ ഇന്ത്യയിലല്ല, വിദേശത്താ. രാജ്യം അങ്ങനെ നിൽക്കത്തുള്ളൂ. അല്ലാതെ ടണ്ടാദിമാക്കിന്റെ കാര്യമല്ല രാജ്യഭരണം. അതുകൊണ്ട് ഇനി ഒരിക്കലും രാജാവേ വിളിച്ച് പറയരുത് എന്ത് ഞങ്ങൾ ആരെയും ആക്രമിച്ചിട്ടില്ല, വിവരക്കേടാത്. ഞങ്ങൾ ആക്രമിച്ചിട്ടുണ്ട്, പൂർവികൻ ആക്രമിച്ചു. അതിന്റെ രീതിയാണത്. ठीक രാജ്യതന്ത്രമാണ്, അങ്ങനെ തന്നെ നിലനിർത്തണം. ഇനിയും ആക്രമിക്കുന്ന പറയേണ്ടത്, അല്ലാതെ അയ്യോ ഞങ്ങൾ പാവങ്ങളാണ്, ഞങ്ങൾ ഗാന്ധിയുടെ ശിഷ്യന്മാരാണ് എന്നല്ല. ठीक യേശുക്രിസ്തു ഉപദേശിച്ചിട്ടുണ്ട് എന്ത്? ഒരു കർണത്തടിച്ചാൽ മറുകരണം കാണിച്ചു കൊടുക്കണം. പക്ഷെ യേശുക്രിസ്തു അവസാനം കുരിശ് തറക്കാൻ നേരത്ത് തല്ല് വെച്ച് കൊടുത്തപ്പം ചോദിക്കുന്നത് നീ എന്താണ് എന്നെ അടിച്ചതെന്ന്. മനസ്സിലായോ? ജ്ഞാനിയെ സംബന്ധിച്ച് നിങ്ങൾക്ക് പഞ്ചദശിയുടെ അവസാനം കാണാം. പ്രാരബ്ധാനുസാരമായിരിക്കുന്ന ഒരു കർമ്മത്തെ ജ്ഞാനിക്ക് മാറ്റിവെക്കാൻ പറ്റുമോ? പറ്റൂല. മനസ്സിലായോ? ആ ശരീരത്തിൽ എന്ത് തെറ്റുകുറ്റങ്ങളാണോ സംഭവിക്കേണ്ടത് സംഭവിച്ചേ പറ്റത്തുള്ളൂ. അതാണ് പ്രാരബ്ധം. അപ്പൊ നോക്കിയോ, കർമാണി അഗ്നിഹോത്രാദീനി അല്ലേ. ഇനി അടുത്തത് ജിജീവിഷേത്, അർത്ഥം പറയാണ് ജീവിതം ഇച്ഛേത്, ജീവിക്കാൻ ഇച്ഛിക്കൂന്ന് അതിന് നേരിട്ടുള്ള അർത്ഥം. ഇച്ഛേത് എത്ര കാലം? ശതം. അർത്ഥം പറയാണ് ശതമാണ് ജീവിതം. ഇച്ഛേത് ശകാരത്തിന് ചകാരം വന്നു കയറുന്നതാണ്. സ്തോഹസ്തുനാശ്ചു സൂത്രം കൊണ്ട് സംഖ്യ പറയാണ് ശതസംഖ്യകാഹ, 100 സംഖ്യയോടുകൂടിയിരിക്കുന്ന എന്ത്? സമാഹ സംവത്സര എന്നർത്ഥം. അപ്പൊ 100 സംവത്സരങ്ങൾ ജീവിക്കാൻ ഇച്ഛിക്കൂ. ഇതിങ്ങനെയല്ല അന്വയിക്കേണ്ടത്. ഇത് അന്യയിനി മുന്നോട്ട് പറയും എങ്ങനെ കൊണ്ടുവരണം. താവത് ഹി ആണ് പദച്ഛേദം നടത്തിയാൽ കിട്ടുക. താവത് ഹി പുരുഷസ്യ പരമായുർ നിരൂപിതം, അത്രയാണ് ഒരു ജീവന്റെ പരമമായിരിക്കുന്ന ആയുസ് എന്ന് നിരൂപണം ചെയ്തിട്ടുണ്ട്. ഇതെവിടെയാ? നിങ്ങൾ 5-ാം നമ്പർ ടിപ്പിൽ നോക്കി. നിരൂപിതം ശതായുർവൈ പുരുഷ ഇത്യാദി വചനൈരിതി ശേഷ. ശതായുർവൈ പുരുഷ ഇത് വചനമാണ്, അന്യശ്രുതി വചനമാണ്. 100 ആയുസോട് കൂടിയിരിക്കുന്നവരാണ് ശതായുർവൈ പുരുഷ. അപ്പം 250 വർഷം ജീവിച്ചിരുന്നു, അന്നപ്പോഴാണ് അങ്ങനെ യുദ്ധം ചെയ്യാൻ ഇറങ്ങിയെന്നൊക്കെ പറയുന്നത് വെറുതെ. മനസ്സിലായോ? അല്ല, അങ്ങനെയൊന്നുമില്ല. ത്രേതായുഗത്തിൽ ഏത് യുഗത്തിലാണെങ്കിലും ശ്രുതി മാറുമൊന്നുമില്ല മക്കളെ. മനസ്സിലായോ? ശ്രുതിക്ക് മാറ്റം ഉണ്ടാവില്ല. അപ്പം 100 എന്ന് പറഞ്ഞാൽ 100 തന്നെ. അത് വേണമെങ്കിൽ 121 ആകാം അല്ലെ. ഇപ്പം ജപ്പാനിലൊക്കെ താവത്തില്ല ഒരു കണക്കിന്. ഇങ്ങനെയുള്ള ആൾക്കാരുണ്ട്. സാമാന്യമായിട്ട് പറഞ്ഞതുള്ളൂ, അല്ലാതെ 100ന്റെ മുന്നേ മരിക്കാൻ പാടില്ലെന്നോ 100 വരെയെ പോകാൻ പാടില്ല എന്നൊന്നുമില്ല. ഇനി ഭാഷ്യം എന്തൊക്കെയാ? താവത് പുരുഷത്തെ പരമായുർ നിരൂപിതം, ശാസ്ത്രത്തിൽ നിരൂപിച്ച പരമായുസ് പുരുഷന് ജീവനെന്നർത്ഥം 100 തഥാച്ച പ്രാപ്താനുവാദേന. ഇനിയാണ് ഇതിന്റെ അർത്ഥം കൊണ്ടുവരുന്നത്. അപ്രകാരം പ്രാപ്തമായ വസ്തുക്കളുടെ അനുവാദം നടത്തിയിട്ട്. ഇതിൽ 7-ാം നമ്പർ ടിപ്പിൽ നോക്ക്. പ്രാപ്താനുവാദനീതി കിട്ടിയോ? വാക്യാന്തര പ്രാപ്തം യത് പരമായുഹു കോമ സ്വതപ്രാപ്താച്ച യാ തദിച്ഛ തയോരനുവാദേന. തയോഹു ഏതിന്റെയൊക്കെയാ അനുവാദം? ഇച്ഛ. പിന്നെ ഒന്നിച്ഛ, രണ്ടാമത്തത് ആയുസും ഇച്ഛയും. വാക്യാന്തര പ്രാപ്തം അന്യവാക്യത്താൽ പ്രാപ്തമായിരിക്കുന്ന ഏത് പരമായുഹു എന്ന് പറഞ്ഞാല് ശതായുർ വൈ പുരുഷ എന്നുള്ള വാക്യത്താൽ പ്രാപ്തമാണ് പുരുഷന്റെ 100 ആയുസ് എന്നുള്ളത്. കോമേട്ടോ സ്വതപ്രാപ്താച്ച യാ തദിച്ഛ, സ്വാഭാവികമായിരിക്കുന്ന ജീവന്റെ 100 വർഷം ജീവിക്കാനുള്ള ഇച്ഛ. ഈ രണ്ടിടത്തും വിധിയില്ല. അതുകൊണ്ട് എന്ത് പറ്റി? അനുവാദം നടത്തി. എന്ന് പറഞ്ഞാൽ വിധി ഇല്ലാതിരിക്കാൻ കാരണം എന്താ? പ്രാപ്തമാണ്. എങ്ങനെ പ്രാപ്തം? ഒന്ന് സ്വാഭാവികമായിട്ട് പ്രാപ്തം, മറ്റൊന്ന് അന്യവാക്യപ്രാപ്തം. രണ്ടും വാക്യത്താലല്ല, ഒന്ന് വാക്യത്താലും ഒന്ന് സ്വാഭാവികമായിട്ടുമാണ്. ഇങ്ങനെ പ്രാപ്തമായിരിക്കുന്നതിന്റെ ഇതാണ് ഇനി ഭാഷത്തിൽ. തഥാച്ച പ്രാപ്തയോരനുവാദേന ഇതി പ്രാപ്താനുവാദേന. പ്രാപ്തയോഹോ തയോഹോ ദയോഹോ അനുവാദേന. പ്രാപ്തമായിരിക്കുന്ന ആ രണ്ടിനെ അനുവാദം ചെയ്തുകൊണ്ട്. ഏതിനൊക്കെ? ആയുസിനെ ഇച്ഛയെ അനുവാദം നടത്തിക്കൊണ്ട് ജിജീവിഷേത് ശതം വർഷാണി, യാതൊരു 100 വർഷം ജീവിക്കാനുള്ള ഇച്ഛയുണ്ടോ? ഇത്രയും ഭാഗം അനുവാദമാണ്. അതിനെടുത്തിട്ട് ശ്രുതിയെ വെച്ചിട്ട് ഒന്നുകൂടി പറഞ്ഞു.
തത് കുറുവന്നേവ കർമാണി ഇത്യാദി വിധീയതേ. അതെങ്ങനെ ജീവിക്കണം? കർമാണി കുറുവന്നേവ, കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് മാത്രം എന്ന് ഇപ്പോഴും ഒന്ന് കാണ്. കർമാനുഷ്ഠാനമിതിയാവത്, കർമ്മത്തിന്റെ അനുഷ്ഠാനത്തെ വിധാനം ചെയ്തിരിക്കുകയാണ്. അപ്പോൾ രണ്ടെണ്ണത്തെ അനുവാദം നടത്തി. ശതവർഷ ആയുസിനെയും ഇച്ഛയെയും അനുവാദം നടത്തിക്കൊണ്ട് കർമ്മത്തെ വിധാനം നടത്തിയിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഒരു ഇച്ഛയുണ്ട്, 100 വർഷം ജീവിക്കാൻ ഇച്ഛിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും കർമ്മം ചെയ്തുകൊണ്ട് മാത്രമേ ജീവിക്കാവൂ എന്നാണ് ഈ പറഞ്ഞത്. ഇനി മന്ത്രം എന്തായിരുന്നു? ഏവം ത്വയി, അല്ലെ? അപ്പൊ ഏവ പദത്തെ കൊണ്ടുവരികയാണ് ഇനി ഭാഷ്യകാരൻ. മന്ത്രത്തിനെ പാതിയായിട്ട് ഓരോ പദവും വാക്യവും ആക്കി അന്വേഷിച്ച് ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ ഏവത്തിന് അർത്ഥം പറയാൻ ഏവം പ്രകാരേണ, ഇപ്രകാരം, ത്വയി നിന്നിൽ, ജിജീവിഷരി ത്വയി നരേ, ഇപ്രകാരം ജീവിക്കാൻ ഇച്ഛിക്കുന്ന നീയായിരിക്കുന്ന നരനിൽ, ജീവനിൽ. അതെന്തിനാ ഭാഷ്യകാരൻ പ്രത്യേകിച്ച് നരയെന്നൊരു പദം കൊണ്ടുവന്ന്? കാരണം ഇത് മന്ത്രത്തിലില്ലല്ലോ. എന്നപ്പം ഇതിന് വ്യാഖ്യാനം ഭാഷ്യകാരൻ തന്നെ കൊടുക്കുക. ഭാഷ്യത്തിന് ലക്ഷണം എന്താ? മന്ത്രാർത്ഥോ വർണ്ണതേ യത്ര വാക്യേഹി മന്ത്രാനുസാരിഭിഹി സ്വപദാനിച്ച വ്യാചിഷ്ടേത. സ്വന്തം പദത്തിനെയും വ്യാഖ്യാനം നടത്തും. ഇവിടെ ഇപ്പോൾ നര എന്നുള്ള സ്വന്തം പദം, അത് മന്ത്രത്തിലില്ല. അപ്പൊ അതിന് തന്നെ വ്യാഖ്യാനം കൊടുക്കുകയാണ് അദ്ദേഹം. നരമാത്ര അഭിമാനിനഹ, നരമാത്ര അഭിമാനിനി, അങ്ങനെയുള്ളൂ. ഇതഹ അധപദം, അടുത്ത പദാണ്. കാരണം നര എന്ന് സപ്തമി എന്തല്ലേ വന്നത്. അപ്പൊ നരമാത്ര അഭിമാനിനി, നരമാത്രൻ, നരനാണെന്ന് മാത്രം അഭിമാനിക്കുന്ന നിന്നിൽ. അതെന്താ അങ്ങനെ പറഞ്ഞത്? അപ്പൊ ടിപ്പണി കാണുക, അതെന്താണ് ഉദ്ദേശിച്ചത്. 2-ാം നമ്പർ ടിപ്പണി നോക്കിയേ. നരമാത്ര അഭിമാനിനീതി നതു അകർത്തൃ ബ്രഹ്മത്വ അഭിമാനിനീതിയാവത്. ഞാൻ അകർത്താവായിരിക്കുന്ന ബ്രഹ്മമാണെന്ന് അഭിമാനം ഇല്ലാത്തവനിൽ, അതായത് സാമാന്യ ജീവനാണ്, ജ്ഞാനിയല്ല. കാരണം ജ്ഞാനിക്ക് ഇങ്ങനത്തെ ഒരു ഇച്ഛ വരത്തില്ല. അതുകൊണ്ട് എടുത്തു കാണിച്ചതാണ്. ഇത് ആരുദ്ദേശിച്ചാ പറയുന്നുള്ളത്? ഓക്കെ, നീ കർമ്മം ചെയ്തുകൊണ്ട് മാത്രമേ ജീവിക്കാൻ പാടുള്ളൂ. ഇത് അഹം കർത്ത എന്ന് ബോധമുള്ള ബ്രഹ്മജ്ഞാനിയെ സംബന്ധിച്ചല്ല, സാമാന്യ ജീവനെ സംബന്ധിച്ചാണ്. അതുകൊണ്ട് പറഞ്ഞതാണ് നരമാത്ര അഭിമാനത്തോടു കൂടിയിരിക്കുന്ന നിന്നിൽ, അഭിമാനിനി ത്വയി നരേ, നീയായിരിക്കുന്ന ഈ നരമാത്ര അഭിമാനിയിൽ, ഇതഹ ഇതിനേക്കാൾ, ഇതിൽ നിന്ന്, ഇവിടെ നിന്ന് എന്നൊക്കെ അർത്ഥം ചെയ്യാം. ഈ ഇതഹ ശബ്ദത്തിനാണ് അർത്ഥം പറയുന്നത്. ഏതസ്മാത് അഗ്നിഹോത്രാദീനി കർമാണി കുർവതോ വർത്തമാനാത് പ്രകാരാത്. ഇത്രയും അർത്ഥമുണ്ട് ഇതിന്. ഏതസ്മാത് എന്നർത്ഥം. ഏതസ്മാത് ഇതിനേക്കാൾ. ഏതിനേക്കാൾ? അഗ്നിഹോത്രാദി കർമ്മം ചെയ്തു, വർത്തമാന രൂപത്തിൽ അഗ്നിഹോത്രാദി കർമ്മം ചെയ്തുകൊണ്ടിരിക്കുന്ന യാതൊരു രീതിയുണ്ടോ അതിനേക്കാൾ വേറെ ഒരു രീതി, മാർഗം ഇല്ല. എന്തിന്? കർമ്മത്തിന്റെ, അശാസ്ത്രീയ കർമ്മത്തിന്റെ ലേപം എന്ന് പറഞ്ഞാൽ പാപം തട്ടാതിരിക്കാൻ വേറെ മാർഗമില്ല. കുറച്ച് ഭാഗം മാത്രമേ ഇവിടെ പറയുന്നുള്ളൂ. ഇതൊക്കെ അർത്ഥം പറഞ്ഞു. ഏതസ്മാത് ഇതിനേക്കാൾ എന്ന് പറഞ്ഞ അർത്ഥം അഗ്നിഹോത്രാദി കർമാണി പൂർവതോ വർത്തമാനാ പ്രകാരാത്. അഗ്നിഹോത്രാദി കർമ്മം ചെയ്യുന്ന ഈ വർത്തമാന പ്രകാരം ഉണ്ടല്ലോ എന്ന് പറഞ്ഞാൽ ഒരാള് ഇപ്പം വർത്തമാനത്തിൽ എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ട് അങ്ങനെ അഗ്നിഹോത്രാദി കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനേക്കാൾ വേറെ മാർഗമില്ല മോനെ. നീ ഇത് വിട്ടുകഴിഞ്ഞാൽ എങ്ങോട്ട് മാറും? അശാസ്ത്രീയ കർമ്മത്തിലേക്ക്. അതെന്ത് ചെയ്യും? അത് അടുത്ത ജന്മം മോശം ജന്മമാക്കി മാറ്റും. പിന്നെ പുണ്യേന കർമ്മണ പാപേന എന്ന് പറയും. പുണ്യം ഉണ്ടെങ്കിൽ പുണ്യജന്മം, പാപം ഉണ്ടെങ്കിലോ പാപജന്മം. പാപജന്മം കൊണ്ട് എന്താ തകരാറ്? ജന്മത്തിന്റെ പ്രശ്നം അവിടെ ഇരിക്കുന്ന ദാരിദ്ര്യം കൊണ്ട് സ്വന്തം ജീവിതം പോലും ബുദ്ധിമുട്ടിരിക്കെ അഗ്നിഹോത്രാദി കർമ്മം നടത്താനുള്ള ധനം ഇവിടുന്ന് വരും. ധനാദികളില്ലെങ്കിൽ കർമ്മം എങ്ങനെ സംഭവിക്കും? കർമ്മമില്ലെങ്കിൽ എങ്ങനെ പുണ്യം കിട്ടും? അതുകൊണ്ട് ഒരു പാപിക്ക് പുണ്യത്തിലേക്ക് കയറി വരാൻ വലിയ പാടാണ്. അല്ലല്ല, അവൻ ചെയ്തിട്ടുണ്ടല്ലോ കർമ്മം, അവൻ പുണ്യവാനായതുകൊണ്ടാ. അത്രേ ഉള്ളൂ. ചെയ്യാനുള്ള പുണ്യം ഉണ്ടെങ്കിലേ ചെയ്യത്തുള്ളൂ. അതിനനുസരിച്ചാണ് പുണ്യപാപം എന്ന് പറയുന്നത്. അപ്പോൾ പറയാണ് ഈ വർത്തമാന പ്രകാരത്തിൽ നിന്ന് പറഞ്ഞാൽ അഗ്നിഹോത്രാദി കർമ്മങ്ങൾ ചെയ്യുക എന്നുള്ള രീതിയിൽ നിന്ന് അന്യഥാ മറ്റൊരു രീതി എന്ന് പറഞ്ഞാൽ പ്രകാരാന്തരം നാസ്തി, മറ്റൊരു വഴി ഇല്ല. അതെന്തിനാ? എന്തിനെ സംബന്ധിച്ച് മറ്റൊരു വഴിയില്ല എന്ന് പറയുന്നത്? ഏനപ്രകാരം അശുഭം കർമ്മനലിപ്യതേ, യാതൊരു വഴിയിലൂടെ അശുഭകർമ്മത്തിന്റെ സംബന്ധം ആ ജീവൻ ഇല്ലാതെ പോകും. അപ്പോൾ അശുഭകർമ്മത്തിന്റെ സംബന്ധം ആ ജീവൻ ഇല്ലാതെ പോകണമെങ്കിൽ എന്ത് ചെയ്യണം? ശാസ്ത്രീയ കർമ്മം ചെയ്യണം. അഗ്നിഹോത്രാദി ശാസ്ത്രീയ കർമ്മം. ഇവര് പറയുന്ന ശബ്ദമായിട്ട് തന്നെ എടുത്തു വെക്കും. നിങ്ങൾ അതിലേക്ക് ആഡ് ചെയ്യണ്ട. കാരണം മുന്നോട്ട് പോയി കഴിഞ്ഞാല് ശബ്ദത്തിലൂടെ അർത്ഥം തലയിലുണ്ടെങ്കിൽ അത്ര ഏരിയ കഴിഞ്ഞു, ബാക്കി പഠിച്ചാൽ മതി.
അതുകൊണ്ട് പണ്ട് കാലത്തെ ഇപ്പം വ്യാകരണം പഠിപ്പിക്കുകയാണെങ്കിൽ 4000 സൂത്രം ആദ്യം പഠിപ്പിച്ചു തരും. അങ്ങനെയാ. എന്നിട്ട് അതിന്റെ പ്രക്രിയ പഠിപ്പിച്ചു തരത്തുള്ളൂ. അതേപോലെ തന്നെ ഭാഷ്യം പണ്ട് കാലത്ത് ഒരേപോലെ കണ്ടസ്ഥായിരുന്നു എന്നാ പറയുന്നത്. ഭാഷ്യം കണ്ടസ്ഥയിക്കും. നമുക്ക് പറഞ്ഞിട്ടില്ലേ, ഞങ്ങളെ കൈലാസാശ്രമത്തിൽ തന്നെ അവിടെ ഒരു സന്യാസി ബുക്കൊന്നുമില്ല കക്ഷിക്ക്. ബുക്കില്ലാതെ വരുന്നവർ നിങ്ങളെപ്പോലെ തന്നെ വെറുതെ വന്നിരിക്കാന്ന് മറ്റുള്ളവർക്കും തോന്നി. അങ്ങനെ അവര് സ്വാമിയുടെ കംപ്ലൈന്റ് പറഞ്ഞു, ഇങ്ങേര് വെറുതെ വന്നിരിക്കുകയാണ് സ്വാമി, ബുക്കും ഇല്ല, കൊടയില്ല, വടിയില്ലാതെ വെറുതെയെങ്കിലും ടൈം കളയാൻ വരുന്ന. അപ്പൊ സ്വാമി ക്ലാസ്സിൽ ഉത്തരം പറയുന്ന കക്ഷിയല്ല, അങ്ങനെ ഒഴിവാക്കാനും പറ്റത്തില്ലല്ലോ. അപ്പൊ അടുത്ത ദിവസം ചോദിച്ചു, അങ്ങനെ പേരെന്താ? ബ്രഹ്മാനന്ദ അല്ലേ? ബ്രഹ്മാനന്ദ. കൈലാസത്തിന്റെ തൊട്ട സൈഡിൽ തന്നെ അങ്ങരുടെ ആശ്രമമുണ്ട്. അപ്പൊ ബ്രഹ്മാൻജി, ഇന്നലെ ക്ലാസ് എന്തായിരുന്നു പറഞ്ഞത്? അങ്ങേര് ഭാഷ്യം പറഞ്ഞു കൊടുത്തു, ടീക്കാൻ പറഞ്ഞു കൊടുത്തു എന്നാ പറഞ്ഞത്. അങ്ങനെയും ബുദ്ധിമാരുണ്ടായിരുന്നു. ഒരു പ്രാവശ്യം ഇപ്പോൾ നമ്മളെ ശിവാനന്ദാശ്രമം ഉണ്ടല്ലോ, ഹരിദ്വാറിൽ ഋഷികേശ് ശിവാനന്ദ, അതിന്റെ സെക്രട്ടറി ഉണ്ടല്ലോ, ആര്? പത്മനാഭൻജി, മലയാളിയല്ലേ. കക്ഷി വർഷങ്ങൾക്ക് മുന്നേ, കുറേ വർഷം മുന്നേ സംഭവിച്ചതാണ്. 15-20 വർഷത്തിന് മുന്നേ ഉള്ളൊരു അപ്പൊ അങ്ങേര് ഒരു പ്രാവശ്യം ഇങ്ങനെ പറയുന്നുണ്ട്, അങ്ങേര് പഠിച്ചതോ ആയ സ്ഥലമാണ്. അവിടെ ആൾക്കാർ കുറെ കൈയും കെട്ടിയിട്ട് ഭാഷ മൊത്തം അങ്ങ് പറഞ്ഞു കൊടുക്കും. അങ്ങനെയും പഠിച്ച ആൾക്കാരുണ്ട്. പലപ്പോഴും ബ്രഹ്മസൂത്രത്തിന്റെ സംബന്ധ ഭാഷ മിക്കവർക്കും കണ്ടെത്തായിരിക്കും. അങ്ങനെ ഒരു പരിപാടി. യുഷ്മദസ്മ പ്രത്യേക ഗോചരഹവും തുടങ്ങുന്ന ഭാഗമുണ്ടല്ലോ. അങ്ങനെയൊക്കെയാണ് നമ്മുടെ സാമ്പ്രദായിക രീതി. അപ്പൊ നോക്കിയോ, ഏനപ്രകാരേണ യാതൊരു രീതിയിൽ സ്വാമി, ശാസ്ത്രീയമായിട്ടുള്ള കർമ്മങ്ങൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? വൈദിക കർമ്മം. വൈദികം മാത്രമല്ല, അതുകൊണ്ട് നമ്മൾ ഈ 3 എടുത്തത്. ഇഷ്ടപൂർത്തദത്ത കർമ്മങ്ങൾ എന്നാണ് ഉദ്ദേശിച്ചത്. നല്ല ചോദ്യം. കാരണം പെട്ടെന്ന് നമ്മൾ വിചാരിക്കും ഈ അഗ്നിഹോത്രം മാത്രമാണ്, അങ്ങനെയൊന്നല്ല. ടീക്കേ, ഇതിൽ ധനം സമ്പാദിക്കാത്ത കർമ്മങ്ങൾ എന്നാണ് ഉദ്ദേശിക്കുന്നത് ശരിക്കും? എങ്ങനെയുള്ള ധനസമ്പാദനം അങ്ങനെയുള്ള കർമ്മങ്ങളാണ് ഉദ്ദേശിക്കുന്നത്? ധനസമ്പാദനം അല്ല, ഇന്നലെ ചോദിച്ച ധനസമ്പാദനം നടത്തുന്നത് എന്തിനു വേണ്ടിയാ? ഈ 3 കർമ്മങ്ങൾക്ക് വേണ്ടിയാ. എന്ത് ചെയ്യും? അതായത് ധനം സമ്പാദിക്കുന്നത് കൊണ്ട് പുണ്യം കിട്ടുന്നുണ്ടോ? ഇല്ല. അതിന്റെ ഫലം വാങ്ങിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് പുണ്യം വേറെ അതിൽ നിന്ന് ജനിക്കത്തില്ല. ടീക്കേ, ശബ്ദജ്ഞാന കർമ്മണം വിരമ്യ വ്യാപാര അഭാവ എന്ന് പറയും. ശബ്ദത്തിനും ജ്ഞാനത്തിനും കർമ്മത്തിനും നിന്ന് വിട്ട് ഫലം കൊടുക്കാൻ പറ്റത്തില്ല. ഒരു ഫലം കൊടുത്താൽ തീർന്നു പണി. അപ്പൊ ധനം വാങ്ങിച്ച സ്ഥിതിക്ക് ഇനി അതിൽ നിന്നൊരു പുണ്യം പാപം കിട്ടാൻ പോകുന്നില്ല, പണി കഴിഞ്ഞു. അപ്പൊ ഈ മാധവ സേവ എന്ന് പറയുന്നത് ശരിയല്ലേ? അപ്പം ആരാ പറഞ്ഞത്? ഇപ്പൊ സ്വാമി ഇന്നലെ കഴിഞ്ഞ ദിവസം അത് എന്താ പ്രശ്നം എന്ന് പറഞ്ഞാല്, നമ്മളെ പറ്റിക്കാനായിട്ട് ഞാൻ ഇന്ന് രാവിലെ തന്നെ ഒരുത്തൻ എന്നെ വിളിച്ചിട്ട് പറയുന്നത്, നീ ഇത്രയും പഠിച്ചിട്ടും നാട്ടുകാരെ തെറി പറയുന്നത് കൊണ്ടല്ലേ. ഞാൻ പറഞ്ഞു, എനിക്ക് ഇതിനെന്താ പ്രശ്നം എന്താന്ന് പറയാം. ഞാൻ പറയാൻ പാടില്ല, അതായത് സമന്വയം പാടില്ലേ. അത് ശരിയാ, അതിന് ദ്വൈതവും അദ്വൈതം കൂടി കൂട്ടി കളിക്കാൻ പറഞ്ഞാൽ പോരായിരുന്നു. പറഞ്ഞു, സാഖ്യം ഏതാണോ അത് തന്നെയാണ് യോഗം, അത് തന്നെയാണ് വേദാന്തം. ആനന്ദമായില്ലേ. അങ്ങനെ പറയാൻ പറ്റില്ല സുഹൃത്തെ. എന്നപ്പോൾ ഇവിടെ കാണുന്ന നമ്മുടെ തലയിൽ കുറച്ച് കാര്യങ്ങളുണ്ട്. എന്ത്? ക്ഷേത്രത്തിലാണ്, ചിലർ പറയത്തില്ലേ, ക്ഷേത്രത്തിൽ ആധ്യാത്മികത ഒടുങ്ങാൻ പാടില്ല എന്ന്. തുടങ്ങേണ്ട ആവശ്യം എന്താ ഇവിടെ? എന്തിന്റെ പേരിലാണ് ക്ഷേത്രത്തിൽ ആധ്യാത്മികത തുടങ്ങേണ്ടത്? ഡോക്ടറെ അടുത്ത് പോയിട്ട് വേണം ആധ്യാത്മികത തുടങ്ങാൻ. നല്ല ആഹാരം കഴിച്ചിട്ട് വേണം ആധ്യാത്മികത തുടങ്ങാൻ. അമ്പലത്തിൽ പോയിട്ട് വേണം ആധ്യാത്മികത തുടങ്ങാൻ. കുളിച്ചിട്ട് വേണം ആധ്യാത്മികത തുടങ്ങാൻ. എന്ത് ബന്ധമുള്ളത്? ആത്മാ എന്ന് പറഞ്ഞാൽ ആരാ? കല്ലിലാണോ ഉള്ളത്? ആ ദേവനാണോ ആത്മാ? ഇവിടെ പറയാൻ പോകുന്ന വേദാന്തത്തിൽ പറയാൻ പോകുന്ന ആത്മാ ദേവന്റെ ആത്മാവാണോ അല്ല സ്വന്തം ആത്മാവാണോ? സ്വന്തം ആത്മാവ്. ആ ആത്മാവിൽ കൽപ്പിതമല്ലേ ദേവനും ഈ ഞാനും എല്ലാം? ആണ്. ദേവത പരമാത്മാവാണോ? ദേവത പരമാത്മാവോ? അല്ല. ആണോ? അല്ല. ആണോ അല്ലയോ? എന്തുകൊണ്ടല്ല? അല്ല. കാരണം പറയണോ? കാരണം ബോധിപ്പിക്കാതെ ആര്? ദേവത അല്ല. എന്തുകൊണ്ടാണ് ദേവൻ പരമാത്മാവല്ലാത്ത? പരമാത്മാവ് നിത്യശുദ്ധമായതുകൊണ്ട്, ഒരു എന്താ പറയുക, നിർവികൽപ്പ നിരാകാര അങ്ങനെയൊക്കെ ആയതുകൊണ്ട് ദേവതയ്ക്ക് ആകാരം കൊടുത്തിരിക്കുന്നുണ്ട്. ദേവൻ ഇത്രയും പോകേണ്ട ആവശ്യമില്ല. ദേവൻ ജീവനാണോ അല്ലയോ? ദേവനെ ഉപാധിയായിട്ട് 17 കലകളോട് കൂടിയിരിക്കുന്ന ലിംഗശരീരം ഉണ്ടോ? എല്ലാ ദേവന്മാർക്കും ഇല്ല.
ഇല്ല, ദേവന് ലിംഗശരീരം ഇല്ലല്ലോ. ദേവശരീരം ലിംഗശരീരം ഉണ്ട്. ലിംഗശരീരം ഉള്ളവനാണ് ജീവൻ. അതായത് നമ്മുടെ വേദാന്തം തുടങ്ങുന്നത് എവിടുന്ന? അമ്പലത്തിൽ നിന്ന്. ഇന്ന് ചിലര് പറഞ്ഞു വെച്ചിരിക്കുക കേട്ടോ. അതിന്റെ അപ്പുറത്തേക്ക് ഉലകം കാണാത്തന്നെ തകരാറാ. നമ്മുടെ മാധവസേവ മാനവസേവയിലേക്കാട്ടോ പോകേണ്ടത്. അതിന്റെ ബേസിക് ഞാൻ ഇവിടുന്ന് തുടങ്ങുന്നേ ഉള്ളൂ. എന്താ കേവലം മാനവസേവയിലൊന്നല്ല, നമ്മുടെ ബേസിക് എവിടെ കിടക്കുന്നത് ആലോചിച്ച് നോക്കുക. നമ്മൾ ചെറുപ്പത്തിലേ പഠിപ്പിച്ചു വന്നിരിക്കുകയാണ് ക്ഷേത്രത്തിലാണ് തുടങ്ങുന്നത്. ക്ഷേത്രത്തിൽ തുടങ്ങാൻ കാരണം എന്താന്ന് പറ. ക്ഷേത്രത്തിലുള്ള ആ ദേവത ജീവനാണ്, ഞാനും ജീവനാണ്. ഞാൻ ആ ജീവനെ കണ്ടിട്ട് വേണോ പരമാത്മാവിനെ അറിയാൻ? അതല്ല ഇവിടെ പൂജ നടത്തി എന്താ കിട്ടാൻ പോകുന്ന പറ. പരമാത്മ ബോധം പൂജ നടത്തിയിട്ട് കിട്ടുന്ന എവിടെയെങ്കിലും ബോർഡ് കണ്ടിട്ടുണ്ടോ? പരമാത്മ ഞാൻ അമ്പലം തുടങ്ങും, പൈസ തന്നാല് എന്നിട്ട് എഴുതും അവിടെ. ठीक അന്ധക്കരണ ശുദ്ധിക്കുള്ള പുതിയ സോപ്പ് ഇറങ്ങിയിട്ടുണ്ട്. അതേപോലെ ദേവതാ പൂജ നടത്തിയിട്ട് ജ്ഞാനം നേടിത്തരുന്നതായിരിക്കും. നിങ്ങളൊക്കെ ആയിരിക്കും ആദ്യമായിട്ട് ചീട്ട് മുറിക്കുക. അന്ധക്കരണം കഴുകി വെക്കാനുള്ള സോപ്പ് ഉണ്ടാവോ ചോദിച്ചത്? അതന്നെ ഞങ്ങളുടെ ആശ്രമത്തില് ആ അന്ധക്കരണ ശുദ്ധിക്കായിട്ടുള്ള സോപ്പൊക്കെ ഉണ്ടാവും. പരമാത്മാവിന് മണക്കാനുള്ള ചന്ദനത്തിരി ഒരു മണം ഉണ്ടാകത്തില്ല. ഇപ്പൊ നിങ്ങൾ ചോദിക്കുന്നത് എന്താ ഒരു മണമില്ലാത്ത? പറയും പരമാത്മാവല്ലേ, നിർഗുണൻ എന്ത് മണം, മണം ഗുണമല്ലേ എന്ന് ചോദിക്കും. ഒരു ദേവൻ എന്ന് പറഞ്ഞാൽ ഒന്ന് കറക്റ്റ് ആയിട്ട് എന്താണെന്നൊന്ന് ഒന്നുമില്ല. ദേവൻ എന്ന് പറഞ്ഞാൽ ജീവനാണ്. നമ്മളുടെ കർമ്മം കൊണ്ട് നമ്മൾ ദേവനാവാം, നമ്മൾ പട്ടിയാവാം, പൂച്ചയാവാം, എന്ത് യോനിയിലേക്കും കയറി ചെല്ലാം. യോനി എന്ന് പറഞ്ഞ ശരീരം, ഏത് ശരീരം കിട്ടും. കുറച്ചധികം പുണ്യമുള്ളത് കൊണ്ട് ദേവന്മാരായിട്ടിരിക്കുന്നു. ആ സമയത്ത് അവരുടെ ആ പുണ്യം വർക്കൗട്ട് ആവുന്നത് കൊണ്ട് ഇവിടെയുള്ള ജീവന്മാരെ കണ്ടാലും ഒരു മൈൻഡ് ഉണ്ടാകത്തില്ല. ഇവിടെ നിങ്ങൾ എന്ത് തകർത്താലും പ്രാരബ്ധത്തിന്റെ അപ്പുറത്ത് ഈ ഒരു ദേവന് ഒരു ചുക്കും ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ളതാണ് സത്യം. ഇത് എവിടുന്ന് മനസ്സിലാക്കാം? നമ്മുടെയൊക്കെ പൂർവികരാളിലായിരുന്നു നാരായണത്വ ഭ്രാന്തൻ. അങ്ങേര് ചുടല ഭദ്രകാളിയോട് വരം ചോദിക്കുന്നുണ്ട്. ചെറിയ വരെ ചോദിച്ചിട്ടുള്ളൂ. അതായത് അതൊക്കെയാണ് പാഠം, അല്ലാതെ അമ്പലത്തിൽ കിടന്ന് തുള്ളലല്ല മക്കളെ പാഠങ്ങൾ. നേരെ ചോദിക്കുന്ന എന്റെ ആയുസ് ഒരു ദിവസം മുന്നോട്ട് തരാൻ പറ്റുമോ? പറ്റത്തില്ല. എന്നാൽ ഒരു ദിവസം മുന്നേ ആകാൻ പറ്റുമോ? അതും പറ്റത്തില്ല. പിന്നെ എന്താടോ തന്നെ കൊണ്ട് പറ്റുക എന്നാണ് ചോദ്യം. അങ്ങനെ ആയതുകൊണ്ട് ചോദിച്ചില്ല. പിന്നെ എന്ത് ചെയ്തു? മന്ത് ഒരു കാലിൽ നിന്ന് മറ്റൊരു കാലത്തിലേക്ക് കൊടുത്തു. മന്തും പന്തും ഒക്കെ ഇങ്ങനെ തട്ടിക്കളിക്കാമെന്നല്ലാതെ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? ഒരു ജീവന്റെ പ്രാരബ്ധം ദേവത വിചാരിച്ചാലും മാറൂല. അല്ല, നമ്മൾക്ക് പൂജാപാഠമൊക്കെ ശാസ്ത്രീയമല്ലേ? ആണ്, അല്ലെന്ന് ആര് പറഞ്ഞു? കാരണം വൈദികമായിട്ടും പറയുന്നില്ലേ? അതെന്തുകൊണ്ടാ? അതൊരു പയ്യൻ പറയുന്നില്ലേ, ചിലവര് ശരിയാവും ചിലവര് ശരിയാവില്ല എന്ന്. അതേപോലെയാണ് ഇവിടെ ആ ജീവന് ആ ജന്മത്തില് ആ പൂജ നടത്തുകയും ആ കർമ്മം, മോശം കർമ്മം മാറാനും പ്രാരബ്ധം ഉണ്ടെങ്കിൽ മാത്രം മാറി കിട്ടും. പ്രായശ്ചിത്ത കർമ്മങ്ങളെ ചെയ്തു കഴിഞ്ഞാല് എന്ത് പറ്റും? ആ മോശം കർമ്മം ഇനി ഒരിക്കലും ഫലം തരത്തില്ല. അങ്ങനെയാണ് അതിന്റെ വിധാനം. അല്ലാതെ അടുത്ത ജന്മം കിട്ടുന്നൊന്നുമില്ല, ഇനി ഒരിക്കലും കിട്ടത്തില്ല. അപ്പൊ പ്രായശ്ചിത്ത കർമ്മത്തിന്റെ കാര്യത്തിൽ നമ്മൾക്ക് വിശ്വസിക്കാം. എന്ത്? പ്രായശ്ചിത്തം ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ഫലം തരത്തില്ല. ഓക്കെ. അല്ല, പ്രായശ്ചിത്തം ചെയ്തിട്ടും ഫലം കിട്ടുന്ന രീതിയിലാണെങ്കിലോ ഭഗവാൻ ജാനെ എന്ന് പറഞ്ഞാൽ ഇവിടത്തെ പ്രാരബ്ധത്തെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റത്തില്ലെന്ന്. യഥഭാവി ന തദ്ഭാവി. അതായത് വരാതിരിക്കേണ്ടത് ഒരിക്കലും വന്നു ചേരത്തില്ല. ഭാവിച്ച് വരേണ്ടതാണെങ്കിൽ ന തഥന്യത, അത് വരാതിരിക്കത്തില്ല. ഇത് ചിന്താ വിഷഗ്നോയം വിഷം ഹന്തീതി വിഷഗ്ന. ചിന്താവിഷത്തെ, ചിന്ത എന്നുള്ള വിഷത്തെ ഹരിക്കുന്നതാണ് ഈ ഒരു ചിന്തനം എന്ന് പറഞ്ഞാല്. അയ്യോ അത് കിട്ടിയില്ല ഇത് കിട്ടിയില്ല എന്നുള്ള ചോദിച്ചാൽ നമുക്ക് എല്ലാവർക്കും സ്വാഭാവികമാണ്. പക്ഷെ ഒരു കാര്യം ആലോചിക്കുക, പ്രാരബ്ധത്തിന്റെ അപ്പുറത്തേക്ക് ഒന്നും പോകത്തില്ല എന്നുള്ളത്. ബോധോ ഭവതി ദുഃഖ. ഈ ഒരു ബോധം ഉണ്ടെങ്കിൽ ദുഃഖത്തെ നശിപ്പിക്കാം. കർമ്മം ചെയ്യേണ്ടതല്ലേ, ചെയ്തോ, പക്ഷെ ഫലം കിട്ടുമെന്ന്. അതുകൊണ്ടല്ലേ ഗീതാകാരൻ പറയുന്നത് എന്ത്? കർമ്മ നേവാധികാരസ്ഥേമാ ഫലേഷു കഥാചന. അത് ഞാൻ തരും ഫലം, അത ഉപത്തേജ്, ഫലം കൊടുക്കുന്ന അങ്ങേരാ. ഈ ഒരു പ്രാരബ്ധം ഈ ജന്മത്തിലെ കാര്യങ്ങൾ പണ്ടേ നിശ്ചയിച്ചു കഴിഞ്ഞതാണ്. അതിനുശേഷമാണ് ഇങ്ങോട്ട് വിട്ടത്. ഇവിടെ ഇപ്പം വന്നിട്ടൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ 16കാരൻ 32 കഥയൊക്കെയോ വെറും കഥ മാത്രം. ഞങ്ങളുടെ പുരാണത്തിൽ പറഞ്ഞതാണ്, നീ അവിശ്വാസിയാണ്. അതെ, ഞാൻ അവിശ്വാസി ആയിക്കോട്ടെ, പക്ഷെ അതിൽ കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ഫലം തരാത്തതാണെങ്കിൽ ചില ഈ പ്രാരാബ്ധ കർമ്മം കൊണ്ട് മാത്രമാണ് ജീവനിച്ചാൽ പിന്നെ ആർക്കും ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. മിണ്ടാണ്ടിരുന്ന ചെയ്യാൻ പ്രാരബ്ധമുള്ളത് കൊണ്ടല്ലേ ഇത്. ചോദിക്കാൻ പ്രാരബ്ധമുള്ളത് കൊണ്ട് നിങ്ങൾ ചോദിച്ചു, പറയാൻ പ്രാരബ്ധമുള്ളത് ഞാൻ പറഞ്ഞു. നിങ്ങൾക്ക് ആർക്കും അതിന്റെ ഡെപ്ത് മനസ്സിലാവുന്നില്ലാണ് സത്യം. അതായത് ചെയ്തിട്ടും കിട്ടേണ്ടതല്ല എങ്കിൽ കിട്ടത്തില്ല.
ചെയ്യാതെ കിട്ടേണ്ടതാണെങ്കിൽ ചെയ്യാതെ കിട്ടും, ചെയ്തിട്ട് കിട്ടേണ്ടതാണെങ്കിൽ ചെയ്തിട്ട് കിട്ടും. ഇനി അങ്ങോട്ടേക്ക് ഓപ്ഷൻ ഇല്ല. മനസ്സിലായോ? ദേവതയ്ക്ക് ഒരു ഉദാഹരണം പറഞ്ഞല്ലോ ദേവതയ്ക്കോ? സ്വാമിജി. ആ ഈ നമ്മളിൽ നിന്നും ഭിന്നമായിട്ട് പൂച്ച പട്ടികളൊക്കെ ഉണ്ടോ ജീവന്മാര്? അതെ. അത് പാവം കൂടുതലായതുകൊണ്ട് അങ്ങനത്തെ ജീവന്, പുണ്യം കുറച്ച് കൂടുതലായതുകൊണ്ട് ദേവശരീരം. അത് എത്രയും കാലം ആ ദേവശരീരത്തിൽ നിൽക്കണോ, അത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? പഴയ കർമ്മം ഉണ്ടായിരുന്നു, അത് മനുഷ്യനായിട്ടും പട്ടിയായിട്ട് ജനിക്കാനുള്ളത് തിരിച്ചു പോയി പറ്റത്തുള്ളൂ. അന്നപ്പോൾ ദേവതയായിരുന്ന സമയത്ത് കാണിച്ച അഹങ്കാരം ഉണ്ടല്ലോ, പിന്നെ കാണിക്കാൻ പറ്റത്തില്ല. അപ്പൊ നമ്മളൊക്കെ ഒരു ദേവത കാലത്ത് മീൻസ് നമ്മളൊക്കെ തന്നെയാണ്. അങ്ങനെയല്ല, അങ്ങനെ അർത്ഥമൊന്നുമില്ല. നമ്മളൊക്കെ ഒരു കാലത്ത് ദേവതകളായിട്ട് ജീവിച്ചിരിക്കാം. ഇപ്പോൾ മനുഷ്യനായിരിക്കുന്നവൻ അടുത്ത ജനം പട്ടിയാവാൻ പാടില്ലേ കർമ്മത്തിനനുസരിച്ച്? ഇതേപോലെ ദേവതയായിരിക്കുന്നവനും പട്ടിയാവാൻ പാടില്ലേ? അല്ല സ്വാമിജി, അതാ ചോദിച്ചത്. നൗഷന്റെ ദേവത കഥ എന്താ? നിക്ക് നൗഷന്റെ കഥ എന്താ പറയുന്നത്? ഇന്ദ്രൻ പാമ്പായി തീരുന്നില്ലേ? അപ്പൊ അതെന്തുകൊണ്ടാ അങ്ങനെ വന്നത്? ഉരകമായിട്ട് പതിച്ചു പോയത് എന്തുകൊണ്ടാ? ഇന്ദ്രൻ തന്നെ. ആ അതൊക്കെ ജീവന്മാരാണ്. ആ ജീവന്റെ, ഞാൻ ഇതിന്റെ മുന്നേ പറഞ്ഞിട്ടുണ്ട്, 17 കല എന്നുള്ള ഒരു ബോർഡ് ഉണ്ടല്ലോ കയ്യില്. ഇത് വെച്ചിട്ടല്ലേ ഇവൻ സർക്യൂട്ട് പൂർത്തിയാക്കുന്നത്. ഈ സാധനം ഇല്ല എങ്കിൽ എന്ത് പറ്റും? പരമാത്മാവാണ്. അപ്പോൾ നിത്യശുദ്ധ ബുദ്ധിമുക്തന്റെ കയ്യിൽ ഒന്നുമില്ല, മായയില്ല, മായാജന്യമായിരിക്കുന്ന അന്ധകരണമില്ല. അന്ധകരണത്തിലിരിക്കുന്ന ഈ 17 കലകൾ ഒന്നുമില്ല. അന്ധകരണത്തോട് കൂടിയിരിക്കുന്ന, എന്താ അന്ധകരണം അംഗമായിരിക്കുന്ന 17 കലകളും ഇല്ല. ഈ കലകളോട് കൂടിയിരിക്കുന്നവനാണ് ജീവൻ. അവൻ തന്നെയാണ് ദേവൻ. ദേവന്മാർക്ക് തന്നെ അവരുടെ കർമ്മോപാസനയ്ക്കനുസരിച്ച് പുണ്യത്തിന്റെ വ്യത്യാസമുള്ളത് കൊണ്ട് ഓരോരോ കർമ്മജദേവൻ, ആചാനദേവൻ, ഗന്ധർവൻ, യക്ഷൻ എന്നൊക്കെ പല രൂപത്തിലായി മാറും. ഇതെല്ലാം കർമ്മം. അവരാരും അന്നപ്പോൾ നിങ്ങൾക്ക് അമ്പലത്തിൽ കാണാൻ പറ്റുന്നതേ പരമാത്മാവല്ലല്ലോ കുട്ടികളെ. പരമാത്മാവിനെ ആരും പിടിച്ച് കല്ല് തറച്ചു തരുമോ? ഇനി ദേവതയെ പിടിച്ച് കല്ല് തറയ്ക്കാൻ പറ്റുമോ? അതും പറ്റത്തില്ല. അല്ല, നിങ്ങളെ ദേവത ഇത്രയേ ഉള്ളൂ. നിങ്ങളുടെ ദേവത മുറിവേറ്റ സിംഹം പോലെയാണോ? ഇപ്പോൾ എന്ത് ചെയ്യുന്നു എന്ന് പറയാൻ കല്ല് തറയുമോ? മന്ത്രത്താൽ ആവാഹനം ചെയ്യാം, വിസർജനം ചെയ്യാം. ഇതൊക്കെ വൈദികമാണ്. കല്ലിൽ ഒരു ദേവനെ അഭിമാനിക്കണമെങ്കിൽ നമ്മളെക്കാൾ എത്ര അജ്ഞാനം ഉണ്ടായിരിക്കണം? നമ്മൾക്ക് ഈ അജ്ഞാനം കൊണ്ടാണ് നമ്മൾ ഈ ശരീരത്തിൽ അഭിമാനിക്കുന്നത്, ജീവൻ. കാരണം ജീവൻ എന്നുള്ളത് ശരീരമല്ല. എന്നിട്ടും ഒരു ദേവന് കല്ലിൽ ഞാനൊന്ന് അഭിമാനിക്കണമെങ്കിൽ എത്രമാത്രം ബുദ്ധിമോശം ഉണ്ടാവും എന്ന് ആലോചിച്ചു. അങ്ങനെ ഇരിക്കുകയോ? ഇല്ലല്ലോ. പിന്നെ നിങ്ങൾ എന്തെന്നാ പറയുന്നത്? ഇനിയിപ്പോൾ ഉണ്ട് വിഷ്ണു, ശിവൻ. ഇത് ദേവതാ കോടിപ്പെടുവോ ഈശ്വര കോടിപ്പെടുവോ? ഈശ്വര കോടിപ്പെട്ട ഈശ്വര കോടിപ്പെട്ട പ്രാണനുണ്ടോ? പിന്നെ ഇങ്ങനെ പ്രാണപ്രതിഷ്ഠ നടത്തും. പ്രാണപ്രതിഷ്ഠയെ നമുക്കിങ്ങനെ കൈ അടിച്ചു കളയാൻ ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ തിരിച്ചു പറയാൻ ഒരുത്തനുമില്ല. നിങ്ങൾ വിഷ്ണു എന്നുള്ളത് നിങ്ങൾ വലിയ നിവേശ ചരാചരമിതി വിഷ്ണു, ഇത് കല്ല് കൊത്താൻ പറ്റുന്ന സാധനം, ബെസ്റ്റ്. അതൊരു ഭാവനയ്ക്ക് വേണ്ടി ചെയ്തല്ലേ സ്വാമിജി? അതാണ്, അതേ ഉള്ളൂ. നിങ്ങളെ ഉത്തരമാണ് ഈ അവസാനം ഈ തന്ത്രികൾക്ക് തരാനുള്ളൂ. ഇതിന്റെ മുന്നേ പറഞ്ഞിട്ടുണ്ട്, തന്ത്രിയുടെ അഹങ്കാരം എന്ന് പറഞ്ഞാൽ ഞാനാണ് ഇതിന്റെ അച്ഛന. ഇവന്റെ അപ്പൂപ്പൻ ജനിക്കുന്നതിന് മുന്നേ ഉണ്ടായിട്ടുണ്ട് ദേവത. അന്നപ്പോൾ ഇവൻ എങ്ങനെയാണ് അച്ഛനാവുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. എനിക്കല്ല, ദേവതയും ഈശ്വരനും തമ്മിലുള്ള വ്യത്യാസം എന്താ? ഈശ്വരൻ സകലത്തിന്റെയും കർത്താവ്. അയ്യോ, നിങ്ങൾ ചോദിച്ചതിന് ചോദിക്കുന്നത് ഞാൻ ആദ്യം പറഞ്ഞു കഴിഞ്ഞു. സകലത്തിന്റെയും സ്രഷ്ടാവാണ് ഈശ്വരൻ. അവന് മായ ഉപാധിയായിട്ടുള്ളൂ. ദേവത അന്ധകരണ ഉപാധിയോട് കൂടിയിരിക്കുന്നവനാണ്. അവനിൽ 17 കലകൾ ഇരിക്കുന്നുണ്ട്. നമ്മളെ പോലെ തന്നെയാണ്. ചത്താൽ നമ്മളും ദേവതയ്ക്കും തമ്മിൽ ലിംഗശരീരത്തിന്റെ കാര്യത്തിൽ ഒരു വ്യത്യാസം ഉണ്ടാകത്തില്ല. പുണ്യപാപങ്ങളുടെ കാര്യത്തിൽ മാത്രമേ വ്യത്യാസമുള്ളൂ. ഇനി മാനവസേവ, മാധവസേവ, ഇത് ഇവിടുന്നാണ് പോയത്. ഏത് മാനവൻ, ഏത് മാധവൻ? സേവ എന്നും പറഞ്ഞിട്ട് നിങ്ങൾക്ക് ചെയ്യാതെ സേവയും കൊണ്ട് നടന്നിട്ട് കാര്യമുണ്ടോ? സന്യാസ ശ്രവണം കുരിയാതെന്ന് പറയാം. സന്യാസിയുടെ കർത്തവ്യമാണ് ശ്രവണം. അതില്ലാതെ നാട്ടുകാരെന്നാക്കാണില്ലല്ലോ വേണി. അല്ലല്ല, നിങ്ങൾ ചെയ്യാത്തതുകൊണ്ടാണ് ഞങ്ങൾ ചെയ്യുന്നത്. അങ്ങനെ അവർ ചെയ്യാത്ത പല പരിപാടി ഉണ്ട്, പോയി ചെയ്തു കൊടുക്കുമോ? അതായത് ഇതൊക്കെ ഇങ്ങനെ പറയേണ്ടി വരുന്നത്, നമ്മുടെ ഈ ശാസ്ത്രം ഇന്ന് വളരെ ലുപ്തമായി കൊണ്ടിരിക്കുകയാണെന്ന്. കൊണ്ടു നടക്കേണ്ട ആൾക്കാരെങ്കിലും ഇത് കൊണ്ടു നടന്നാൽ അടുത്ത ജനറേഷന് കാര്യം മനസ്സിലാവും, അല്ലേ? അതാണ് മനസ്സിലാക്കേണ്ടത്. ഇപ്പം തന്നെ ദേവത ഏതാ ഈശ്വരൻ ഏതാന്ന് അറിയാത്ത മനുഷ്യന്മാരാണുള്ളത്. അവരുടെ അടുത്താണോ സർവ്വവ്യാപകനായിരിക്കുന്ന പരമാത്മാ നീയാണെന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റുന്നു? വ്യത്യാസം മനസ്സിലായി? നമ്മളിനി എത്രമാത്രം വളരാനുണ്ട്. ഒരു ഡോക്ടറെ അടുത്ത് പോയിട്ട് നമ്മൾ മരുന്ന് വാങ്ങിക്കുന്നു, അല്ലെങ്കിൽ ചികിത്സ കഴിഞ്ഞു വേറെ മരുന്ന് വാങ്ങിച്ചു പൈസയും കൊടുത്ത് തിരിച്ചു വന്നു.
പിന്നെ ഡോക്ടറുടെ ഫോട്ടോ വെച്ച് പൂജിക്കാറുണ്ടോ? ഡോക്ടറെ എന്റെ രോഗം മാറ്റണേ, ഡോക്ടറായ നമഃ. ഇല്ലേ? ഇല്ലല്ലോ. ഇത്രേ ഉള്ളൂ. ദേവതയ്ക്ക് ചെയ്തുകൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ പരിപാടി കഴിഞ്ഞു. ദേവത ഫലം തരൂല എന്നൊന്നുമല്ല. ദേവതയ്ക്ക് അവരുടേതായിരിക്കുന്ന അധികാര പരിധിയിൽ നിന്ന് ഫലം കൊടുക്കാനുള്ള കഴിവുണ്ട്. അത് നിഷേധിക്കാൻ പറ്റൊന്നുമില്ല. അത് ഓരോരോ ദേവതയ്ക്കും അങ്ങനെ വരുന്നുണ്ട്. പക്ഷെ ജീവന്റെ പ്രാരബ്ധത്തിന് അപ്പുറം കടക്കാൻ പറ്റുന്ന നടക്കൂല എന്നുള്ളതാണ്. അതേ പറയുന്നുള്ളൂ. അല്ലാതെ ഒരു ഫലം തരൂല എന്നല്ല. അതിനിപ്പോൾ നിങ്ങൾ കല്ലിക്കൊത്തിയതിൽ സ്ഥലത്ത് തന്നെ പോയി പറയണമെന്നില്ല. നിങ്ങൾക്ക് അല്ലെങ്കിൽ ഭോഗം കൊടുക്കാം. നിങ്ങളും ദേവനും തമ്മിലുള്ള കൊടുക്കൽ വാങ്ങലുകളാണ്. അവർക്ക് പിന്നെ എന്ന് പറഞ്ഞാൽ ചില സ്ഥലങ്ങളിലെ സാന്നിധ്യം എന്താണ് പറയുന്നത്? സന്നിധി എന്നല്ലേ നമ്മുടെ പ്രയോഗം. ദേവതായുടെ സാന്നിധ്യമാണ്. ഇപ്പൊ നമ്മൾക്ക് ചില സ്ഥലം നമുക്ക് ഇഷ്ടപ്പെട്ടിരിക്കത്തില്ലേ? അതേപോലെയുള്ള സാന്നിധ്യം വരും. അതുകൊണ്ടാണ് പണ്ട് പല ക്ഷേത്രങ്ങളിലും പീഠമാണുള്ളത്, വിഗ്രഹമല്ല. എന്താ പീഠസങ്കല്പത്തിൽ ശക്തി കുറഞ്ഞു പോയോ? ഇല്ലല്ലോ. പോരായിരുന്നോ? പിന്നെ ഇതിനാണ് കല്ല് കയറ്റാൻ ശ്രമിച്ചത് നിങ്ങൾ. അപ്പോൾ എവിടെത്തി? അതഹ ശാസ്ത്രവിഹിതാനി കർമാണി അഗ്നിഹോത്രാദീനി കുറുവന്നേവ ജിജീവിഷേത്. അതുകൊണ്ട് ടിപ്പണി 3 നോക്കിയേ. അശുഭ കർമ്മ ലേഭ ഭാവായ പ്രകാരാന്തര ഭാവാത്. ഈ അശാസ്ത്രീയ കർമ്മ സംബന്ധമില്ലാതിരിക്കാൻ മറ്റൊരു മാർഗം ഇല്ല എന്നുള്ളത് കൊണ്ട് എന്ത് ചെയ്യണം? ശാസ്ത്രീയ കർമ്മം ചെയ്തുകൊണ്ട് തന്നെ ജീവിക്കണം എന്നാ പറയുന്നത്. അതഹ തസ്മാത് കാരണാവുന്ന അർത്ഥം. മറ്റു മാർഗം ഇല്ല എന്നുള്ളത് കൊണ്ട് അശാസ്ത്രീയ കർമ്മ ലേപത്തിന് ഒഴിവാക്കാൻ ശാസ്ത്രീയ കർമ്മം ചെയ്യുക എന്നല്ലാതെ മറ്റു മാർഗം ഇല്ലാത്തത് കൊണ്ട് ഇത്ര അർത്ഥമുണ്ട് അതഹ എന്നുള്ളതിന്. എന്താണ് പറയുന്നത്? ശാസ്ത്രവിഹിതാനി കർമാണി, ശാസ്ത്രവിഹിതങ്ങളായിരിക്കുന്ന കർമ്മങ്ങൾ. ഏതൊക്കെ? അഗ്നിഹോത്രാദികളായിരിക്കുന്ന കർമ്മങ്ങൾ എന്ന് പറഞ്ഞാൽ ഇഷ്ടപൂർത്ത ദത്ത കർമ്മങ്ങൾ എന്ന് തന്നെ ഇവിടെ അർത്ഥം കിട്ടും. അല്ലാതെ കേവലം എന്തല്ല അഗ്നിഹോത്രം മാത്രമല്ല എന്ന് മനസ്സിലാക്കിയോ. കുറുവന്നേവ ജിജീവിഷേത്, ചെയ്തുകൊണ്ട് തന്നെ ജീവിക്കണം. ഇവിടെയും ഇനെന്ത് മനസ്സിലാക്കണം? നമ്മുടെ മുണ്ടകം വരട്ടെ, അവിടെയും കുറെ പറയുന്നുണ്ട്. അതായത് അഗ്നിഹോത്ര കർമ്മത്തോടു കൂടി സംബന്ധിയായിരിക്കുന്ന കുറെ കർമ്മങ്ങൾ ഇനിയും ചെയ്യണം, എങ്കിലേ കാര്യങ്ങൾ മുന്നോട്ട് നടക്കത്തുള്ളൂ. സ്വാമിജി, പരധർമ്മം പരധർമ്മോ? അതെ, അതെങ്ങനെ നമ്മുടെ സ്വന്തം ധർമ്മം ആണ് നമ്മുടെ കർമ്മം? പരനാരാ? അതായത് ചിലര് പറയും ഗീതയിൽ ജാതിവാദം പറഞ്ഞിട്ടില്ല. പരനാരാ? ചാതുർവർണ്ണ്യം മയാ സൃഷ്ടം ഗുണകർമ്മ വിഭാഗസ്ഥ. അപ്പോൾ ഇതിനെ വെളുപ്പിക്കാൻ തുടങ്ങും. ഗുണത്തിനും കർമ്മത്തിനും അനുസരിച്ചാണ് ചാതുർവർണ്ണ്യം. ഈ ജന്മത്തിൽ ഏത് കർമ്മമാണോ ചെയ്തിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ അവിടെ പോസടി. ഈ ജന്മത്തിൽ ഏത് കർമ്മം ചെയ്തോ അതാണ് അവന്റെ ജാതി, അല്ലേ? അപ്പൊ പരനാരാ? വേറൊരു കർമ്മം ചെയ്യുന്നവൻ. അവന്റെ കർമ്മമല്ലല്ലോ നിന്റെ കർമ്മമല്ലേ നീ ചെയ്തത്. ഇപ്പോൾ അവിടുന്ന് എങ്ങനെയാ നിനക്ക് ഭയം വരുന്നത്? നീ ചെയ്യുന്നത് ഏതാണോ അതാണല്ലോ നിന്റെ കർമ്മം. ഈ ജന്മത്തിൽ നിന്റെ കർമ്മത്തിനനുസരിച്ച് നിന്റെ ജാതി സിദ്ധിക്കപ്പെടുമെങ്കിൽ ചെയ്യുന്ന കർമ്മത്തിനനുസരിച്ച് അവന്റെ ജാതി അതല്ലേ. അവൻ വേറെ ആൾ കർമ്മം ചെയ്തിട്ടില്ലല്ലോ. പിന്നെ എങ്ങനെ പരധർമ്മ ഭയാവഹ ജാതി അടിസ്ഥാനത്തിലല്ലാതെ സിദ്ധിക്കാൻ പറ്റും? ജാതി അടിസ്ഥാനത്തിലേ എല്ലാ ഗ്രന്ഥവും പോയിട്ടുള്ളൂ. നിങ്ങൾ ഈ വേദത്തെ എങ്ങനെയാ കാണുന്നത്? ഞാൻ പറയും രണ്ടാലും കുഴപ്പമില്ല. ഈശ്വരൻ ഒരു മായമില്ലാതെ ചെയ്തു വിട്ടാണെങ്കിലും അഥവാ വ്യക്തികൾ അറിഞ്ഞിട്ട് അവർ എഴുതി വെച്ചതാണെങ്കിലും ഒരു ബുദ്ധിമുട്ടില്ല. അതെന്താ അങ്ങനെ? രണ്ട് രീതിയിലാണെങ്കിലും ഇപ്പൊ നിങ്ങളൊരു വസ്തുവിന് നിങ്ങൾക്ക് ഒരു കാര്യം അറിയാം, അതെനിക്ക് പറഞ്ഞു തന്നു, ഞാൻ അതേപോലെ ചെയ്താൽ എനിക്ക് റിസൾട്ട് കിട്ടൂലേ? കിട്ടും. അതിന് നിങ്ങൾ എന്താണ് വൈദികമായിരിക്കുന്ന കാര്യമാണെന്ന് പ്രത്യേകിച്ച് തർക്കിക്കേണ്ട ആവശ്യമുണ്ടോ? വേണ്ടാലോ. ഇനി വൈദികമാണെങ്കിൽ ഇതെന്തുകൊണ്ടാ? എല്ലാം മിഥ്യയാണെങ്കിൽ നിങ്ങൾക്ക് ഈശ്വരനുണ്ടോ? ഇല്ല. പിന്നെ ഈശ്വരനെ കൽപ്പിച്ചതിനെ കൊണ്ട് ദുഃഖമുണ്ടോ? അതും ഇല്ല. എന്തിനാ? അജ്ഞാനിയായിരിക്കും നമ്മളെ പോലുള്ള മണ്ടന്മാർക്ക് വേണ്ടിയിട്ട് പറഞ്ഞുതരാൻ വേണ്ടിയിട്ട് തുടങ്ങിയ പരിപാടിയാണ്. ഇത് എവിടെ എത്തിച്ചേരും? ഇവിടെ ജഗത്തില്ലായിരുന്നു എന്നുള്ള ഒരു ജ്ഞാനത്തിൽ എത്തിച്ചേരും. അതിന് വേണ്ടി ഞങ്ങൾ ഒരു ഈശ്വരനെ കൊണ്ടുവന്നുള്ളൂ, അല്ലാതെ ഞങ്ങളെ സംബന്ധിച്ച് ഈശ്വരനൊന്നുമില്ല. പിന്നെന്താ? പിന്നെ ഈശ്വരൻ എവിടുന്നാണ് വാസ്തവത്തിൽ ഒരു ശ്രുതി ഉണ്ടാകാൻ പോകുന്നത്? വേദം എവിടെ ഉണ്ടാകാൻ പോകുന്നത്? ഇതൊക്കെ കൽപ്പനയാണ്. ഈ സ്ഥലത്ത് നിന്ന് വേദാന്തിക്ക് നന്നായിട്ട് സംസാരിക്കാൻ പറ്റും എന്നുള്ളത് കൊണ്ട് അപകടമില്ലാതെ ഒഴിവാവാം. അല്ലാതെ ഇവിടെ ചോദ്യം ചോദിക്കാൻ പാടില്ല, അതൊന്നും ഇവിടെ നടക്കൂല എന്ന് പറയരുത്. പറഞ്ഞാൽ പ്രശ്നമുണ്ട്. നിങ്ങൾ ആരും കേൾക്കൂല സുഹൃത്തുക്കളെ. അല്ലേ? ഈ ദണ്ഡി സന്യാസിമാർക്കാണോ പ്രാധാന്യം കൂടുതൽ? ഈ ദണ്ഡി സന്യാസം എന്നുള്ളത് പരമഹംസ സന്യാസം അല്ല. അതായത് ശങ്കരാചാര്യർക്ക് മുന്നേ ഉള്ള സമ്പ്രദായമാണ് ദണ്ഡി.
ആ ഇത് ഓ അതെ പത്തുക്കനിയാണ് പഴയ ത്രിദണ്ഡി സമ്പ്രദായം. സന്യാസം എന്ന് പറയും. ത്രിദണ്ഡി ആ എന്നുള്ളത് അതെ നമ്മുടെ ആന്ധ്രാപ്രദേശിൽ വേറെ തന്നെ ത്രിദണ്ഡികൾ ഉണ്ട്. ത്രിദണ്ഡ ആ സന്യാസം ഇപ്പോഴും നിലവിലുണ്ട്. അത് ശരിക്കും ത്രിദണ്ഡികൾ പറയുന്നത് മനോദണ്ഡം, വാഗ്ദണ്ഡം, കായദണ്ഡം എന്നുള്ള ഈ ആ സംയമനമാണ്. ഇതിന്റെ ഓ അങ്ങനെ പ്രതീകമായിട്ടാണ് 3 ദണ്ഡം വെക്കുന്നത് അവര്. ആ ആ ആ ആ ആ. ടീക്കെ ഇതിനെ എല്ലാറ്റിനെയും മനസ്സിലെടുത്തുകൊണ്ട് ഒറ്റ ദണ്ഡം വെച്ചാലും പ്രശ്നമൊന്നുമില്ല. പക്ഷെ ഈ ആ ദണ്ഡി സന്യാസം എന്നുള്ളത് നിങ്ങളെ, ആ അതായത് കുടീചകൻ, ബഹൂദകൻ, ഹംസൻ, പരമഹംസൻ ഇങ്ങനെയുള്ള ആ സന്യാസത്തില് സർവസംഘ പരിത്യാഗിയാണ് ഈ പരമഹംസൻ. അതിന്റെ ആ താഴെയാണ് ഹംസൻ. ടീക്കെ ഹംസൻ പിന്നെ ബഹൂദകൻ, കുടീചകൻ. ഈ കുടീചകൻ കുടീചക വൃത്തി മാത്രമാണ് ഈ ദണ്ഡ് ആയിട്ട് നടക്കുന്നത്. അത് അതൊക്കെ ആ ജാത്യടിസ്ഥാനത്തിൽ ഞങ്ങൾ മാത്രമേ ഉള്ളൂ എന്നാണ് പറഞ്ഞു നടക്കുന്നത്. ആ അങ്ങനെയാണെങ്കിൽ അതെ ഇന്ന് നിൽക്കുന്ന ശങ്കരാചാര്യർ പോലും ഇതിലേ പെടത്തുള്ളൂ, ദണ്ഡിയെ പെടുന്നുള്ളൂ. ഹംസനും അല്ല, പരമഹംസനും അല്ല. അല്ല അന്നിപ്പോ ഈ 4 സന്യാസികൾ ആശ്രമങ്ങളിൽ കാണുന്ന പരമഹംസന്മാരായിട്ട് അവർ പറയുന്നവരൊക്കെ ദണ്ഡി എടുത്തല്ലേ നടക്കുന്നത് ശൃംഗേരിയൊക്കെ. ആ ശൃംഗേരി അതുകൊണ്ട് പരമഹംസരല്ല അവര്. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത്തെ. ഓം ശാന്തി ശാന്തി ശാന്തി. ശങ്കരം ശങ്കരാചാര്യം കേശവം ബാദരായണം സൂത്രഭാഷ്യകൃതൗ വന്ദേ ഭഗവന്തൗ പുനഃ പുനഃ. ഈശ്വരോ ഗുരുരാത്മേതി മൂർത്തിഭേദവിഭാഗിനെ വ്യോമവത് വ്യാപ്തദേഹായ ദക്ഷിണാമൂർത്തയേ നമഃ. ഓം ശാന്തി ശാന്തി ശാന്തി.